ഹരിശ്രീ ഗണപതയേ നമഃ അവിഘ്നമസ്തു. ഹരിശ്രീ ഗണപതയേ നമഃ അവിഘ്നമസ്തു. ഹരിശ്രീ ഗണപതയേ നമഃ അവിഘ്നമസ്തു. ശ്രീ ഗുരുവായൂരപ്പ പ്രസീദ പ്രസീദ. രാധേശ്യാം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത കഥാമൃതം 6 ദിവസമായിട്ടിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പരീക്ഷിത് മഹാരാജാവിൻ്റെ മുമ്പിലും ശ്രീ സുഖബ്രഹ്മർഷി ഭാഗവതം പറഞ്ഞു വന്ന് അദ്ദേഹം ആ ഒരു അമൃതധാരയിലിങ്ങനെ മുങ്ങിപ്പൊങ്ങുന്നതിനിടയിലാണ് ചില സുഖമില്ലാത്ത കഥകളൊക്കെ വന്നത്. സുഖമില്ലാത്ത കഥ വെച്ചാൽ ആകെ അടിപിടി ബഹളം, കുരുക്ഷേത്ര യുദ്ധം, ഗീതാധ്യാനത്തിലൊക്കെ പറയണ പോലെ ദുര്യോധനാവർത്തിനി, അതൊക്കെയാണ് വരണത്. കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ബഹളമൊക്കെ അത്ര സുഖമില്ല. കാരണം പരീക്ഷത്തിനൊട്ടും സുഖമില്ലാത്ത ഒന്നാണ് കുരുക്ഷേത്ര യുദ്ധം എന്ന് കേൾക്കുമ്പോൾ. അദ്ദേഹത്തിൻ്റെ അച്ഛനെ ഒരു നോക്ക് കാണാൻ പറ്റാതായത് തന്നെ ആ ഒരു യുദ്ധം കൊണ്ടാണ്. എന്തോ ഭാഗ്യത്തിന് ശ്രീശുഖനും വേഗം എന്നെ പറഞ്ഞു പോയി. അവർ തമ്മിൽ തല്ലി തീർന്നു. കൃഷ്ണനായിട്ട് അത് തീർത്തു. അതിനൊരു വഴിയുണ്ടാക്കി. രാജസൂയ യാഗത്തിൻ്റെ അവസാനം എല്ലാം കഴിഞ്ഞ് മയനിർമ്മിതമായ സഭയിൽ ദുര്യോധനാദികൾക്കൊരു അപമാനാദികൾ വന്ന് അതിൻ്റെ തുടർച്ചയായി പാണ്ഡവരെ അപമാനിക്കാൻ ദുര്യോധനൻ തീരുമാനിക്കലും കള്ളച്ചൂതും, ഒടുവിൽ വനവാസവും അജ്ഞാതവാസവും, തിരിച്ചു വന്ന് അവർക്ക് അവകാശപ്പെട്ടത് ചോദിച്ചപ്പോൾ പകുതിയെങ്കിലും കൊടുക്കണം എന്നായിട്ടും 5 പേരും കൂടി ഒതുങ്ങിക്കൂടായിക്കോളാം എന്ന് പറഞ്ഞിട്ട് അതും പറ്റില്ല, ഒരു സൂചി കുത്താൻ സ്ഥലം കൊടുക്കില്ല എന്നൊക്കെ ദുര്യോധനൻ തീർത്ത് പറയലും, അതുവരെ ദൂതനായിട്ട് നിന്ന് സംസാരിച്ചിരുന്ന കൃഷ്ണൻ ദൂത് പറയാൻ പോയതാണ്, മധ്യസ്ഥനായിട്ടാണ് നിൽപ്പ്. എന്നാൽ സൂചി കുത്താൻ പോലും സ്ഥലം കൊടുക്കില്ല എന്ന് ദുര്യോധനൻ എപ്പോൾ തീർത്ത് പറഞ്ഞോ അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് യുദ്ധത്തിൽ കാണാം. അത് കേട്ടപ്പോഴാണ് ഭീഷ്മരും ദ്രോണരൊക്കെ ഒന്ന് ഞെട്ടിയത്. അതുവരെ പാണ്ഡവർക്ക് കൊടുത്തൂടെ എന്ന് ചോദിക്കുന്ന കൃഷ്ണൻ, എന്നാൽ പിന്നെ നമ്മൾക്ക് യുദ്ധത്തിൽ കാണാം എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ ആ കൂട്ടത്തിൽ കൂടിയെന്ന് അവിടെ തന്നെ തീരുമാനമായി. എന്നിട്ടും ധൃതരാഷ്ട്രര് യുദ്ധം വേണ്ടാന്ന് വയ്ക്കാൻ വേണ്ടിയിട്ട് ദൂതനെ പറഞ്ഞു വയ്ക്കുകയുണ്ടായി. മഹാഭാരതത്തിലൊക്കെ നോക്കിയാൽ കാണാം. നിങ്ങൾ യുദ്ധം ചെയ്യാനൊന്നും നിൽക്കരുത് കേട്ടോ, എന്നാൽ തന്നേക്കാം എന്ന് പറഞ്ഞുകൂടെ, അത് കൊടുക്കില്ല. അതിനൊരു ദൂതനെ വിട്ടു, ഇതിലൊന്നും പെടരുത് എന്ന് വിതുരൻ മറുഭാഗത്തു നിന്ന് പാണ്ഡവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവസാനം സനിർഗത കൗരവ പുണ്യലബ്ധ, കൗരവർക്ക് വീണ് കിട്ടിയ ഒരു ലേശം പുണ്യം ഉണ്ടായിരുന്നു. ആ വിതുരനാണ് അതുണ്ടായിരുന്നത്. വിതുരനും കൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അവരുടെ നാശം പൂർണ്ണമായി. ധർമ്മിഷ്ഠനായിട്ടുള്ള ഭീഷ്മർക്ക് പാണ്ഡവപക്ഷത്താണ് ധർമ്മം എന്നൊക്കെ അറിയാമെങ്കിലും ഊണ് കഴിച്ചെടുത്ത് കൂറ് കാണിക്കുക എന്നുള്ളതിൻ്റെ പേരിൽ കൗരവരുടെ കൂടെ നിൽക്കേണ്ടി വരുന്നു. ഘോരമായിട്ടുള്ള യുദ്ധത്തിലേക്ക് വഴിതെളിക്കുന്നു. ആ ഘോര യുദ്ധം എന്നത് ഏതൊരുവൻ്റെയും ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒന്നാണ്. അതിനുള്ളിൽ നിന്ന് പുറത്തു കടക്കാനുള്ളൊരു മാർഗം ഇതാണ് എന്ന് പറഞ്ഞ് ഭഗവാൻ ആ യുദ്ധക്കളത്തിൽ വെച്ച് 18 അധ്യായം ഗീത അർജുനന് ഉപദേശിക്കുന്നു. യുദ്ധത്തിൽ കൗരവരില്ലാതായി. അവസാനമായിട്ടാണ് ഭീമൻ യുദ്ധത്തിൽ വന്ന് നിൽക്കുന്നത് ദുര്യോധനെതിരായിട്ട്. അപ്പോഴാണ് തീർത്ഥാടനത്തിന് പോയ ബലരാമൻ തിരിച്ചു വരണത്. ഭഗവാനോടുണ്ടാകുന്ന ഒരു നിമിഷത്തെ അവിശ്വാസം എവിടെ കൊണ്ടെത്തിക്കും എന്നതിൻ്റെ തെളിവാണ് ബലരാമൻ. സ്യമന്തകരത്നം കൃഷ്ണൻ കയ്യിൽ വെച്ചിട്ടുണ്ടാവുമോ എന്ന് ബലരാമനും ഒരു സംശയം തോന്നിയപ്പോഴാണ് ഈ സംശയത്തോടു കൂടി കൃഷ്ണൻ്റെ അടുത്ത് നിൽക്കാൻ വയ്യാന്നും പറഞ്ഞ് ബലരാമൻ
അവിടെ നിന്ന് മിഥില രാജ്യത്തിലേക്ക് പോണത്. അവിടെ വെച്ചിട്ടാണ് ദുര്യോധനൻ എന്നെ ഗദായുധം പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് ഗുരുദക്ഷിണ വയ്ക്കണത്. ഗദായുധമൊക്കെ പഠിപ്പിച്ചു. ഒരു ഗുരു ശിഷ്യ ബന്ധം എന്നതിനപ്പുറം ബലരാമന് ദുര്യോധനനോട് എന്തെന്നില്ലാത്തൊരു സ്നേഹമുണ്ടായി. സ്വതേ ശിഷ്യൻ ഇങ്ങോട്ടാണത് ഉണ്ടാവേണ്ടത്. ഗുരൗ സുദൃഢ സൗഹൃദ. ഗുരുനാഥനോട് ദൃഢമായി സൗഹൃദം ശിഷ്യനുണ്ടാക്കിയെടുക്കുക വേണ്ടത്. ഗുരുനാഥൻ എല്ലാവരും സമന്മാരായിരിക്കും. ബലരാമൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം മിഥില രാജ്യത്തിൽ ഒറ്റയ്ക്കിരിക്കണം. അതിഥിയായിട്ട് ചെന്നതാണ്. എന്തും തുറന്നു പറയുന്നത് രണ്ടുപേരോടാണ്. ഒന്ന് കൃഷ്ണനോടും മറ്റൊന്ന് പത്നി രേവതിയോടും. ഇവർ രണ്ടുപേരും തൻ്റെ അടുത്തില്ല. മിഥില രാജ്യത്തിൽ അതിഥിയായിട്ട് കഴിയുന്നത് കൊണ്ട് മിഥില രാജാവിൻ്റെ കർശന നിർദ്ദേശമുണ്ട്, അദ്ദേഹത്തിനെ ശല്യപ്പെടുത്തരുത്. അതുകൊണ്ടെന്ന് വെച്ചാൽ ആരും അടുത്ത് വരാനില്ല, മിണ്ടാനില്ല, നേരം പോണില്ല, എന്താ വേണ്ടതെന്നറിയാനില്ല. അപ്പോഴാണ് ഈ ദുഷ്ടൻ ഗദായുധം എന്ന് പറഞ്ഞു വന്നത്. എന്തെങ്കിലും ആവട്ടെ, ഒരറിവ് ചോദിച്ചു വരികയല്ലേ വെച്ച് കൊടുത്തു. പിന്നെ ആ ദുര്യോധനനോടുള്ള സാമീപ്യം, അവനോടുള്ള എന്തെന്നില്ലാത്തൊരു സ്നേഹത്തിന് വഴിയൊരുക്കി. ആ സ്നേഹം ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. കാര്യം സാമ്പൻ്റെ വിവാഹവേദിയിൽ കുരുത്തക്കേടൊക്കെ അവൻ കാണിച്ചു വന്ന്. സത്യം പറഞ്ഞ ഭീഷ്മരാണ് കുരുക്ഷേത്ര യുദ്ധത്തിന് വഴിയുണ്ടാക്കിയ ഒരാൾ. അന്ന് ബലരാമസ്വാമികൾ ഈ ദുര്യോധനൻ കാണിച്ച അഹങ്കാരത്തിന് കലപ്പയിട്ട് ഹസ്തിനപുരം മൊത്തത്തിലിളക്കി ഗംഗയിലേക്ക് മറച്ചിടേണ്ടതാണ്. അദ്യ നിഷ്കൗരവിയും പൃഥ്വിയും നോക്കിയായിരുന്നു ബലരാമൻ്റെ ആക്രോശം. കൗരവന്മാരിൽ ഭൂമിയിലില്ലാണ്ട് ഞാൻ ഇപ്പം ആക്കി തരാമെന്ന് പറഞ്ഞ് പുറപ്പെട്ടതാണ്. ഒരു 5 മിനിറ്റ് സമയം കിട്ടിയാൽ സത്യം പറഞ്ഞ് കുരുക്ഷേത്ര യുദ്ധം തന്നെ അങ്ങോട്ട് ഒഴിവായി കിട്ടിയാണ്. പാണ്ഡവരിൽ ആർക്കും ഒരു കേടുമില്ലാണ്ട് കൗരവർ മാത്രം തീർന്നു കിട്ടേണ്ടതാണ്. പക്ഷെ എന്താ ചെയ്യുക, യോഗം എന്ന് പറയണ്ടേ. ഈ ദുര്യോധനൻ കലപ്പയുടെ പ്രഭാവത്തിൽ ഉരുണ്ടു ചെന്ന് വീണത് ഭീഷ്മരുടെ കൽക്കലായിപ്പോയി. ഭീഷ്മർ പറഞ്ഞു, ബലരാമൻ ചൂടായാൽ ബലരാമൻ ചൂടാറ് തന്നെ വേണം, അല്ലെങ്കിൽ ഗംഗയിലെ വെള്ളം കുടിച്ച് മരിക്കാം, ഏതാച്ചാൽ തീരുമാനിച്ചോളാൻ പറഞ്ഞു. ഗതിയില്ലാണ്ടാണ് ദുര്യോധനൻ വീണ്ടും വന്ന് കാലു പിടിച്ചത്. എന്നിട്ടാണ് ആ കലപ്പ പിൻവലിച്ചത്. ആ ഒരു സമയം അവിടെ ബലരാമന് കൊടുത്തില്ലായിരുന്നു വെച്ചാൽ അന്ന് തീരേണ്ടതാണ് ഇതൊക്കെ. വലിയ ഭൂഭാരം തീർന്നതിനെ. പക്ഷെ അതങ്ങനെ അവിടെ മാറിപ്പോയി. ആ ഒരു നീരസമൊക്കെ ബലരാമനുണ്ടെങ്കിലും ശിഷ്യനാണല്ലോ എന്നൊരു തോന്നലുള്ളിലുണ്ട്. അതിപ്പോൾ എവിടെ പോയി എത്തിയെന്ന് ചോദിച്ചാൽ കുരുക്ഷേത്ര യുദ്ധം എന്നുള്ളതടുത്ത് എത്തിയപ്പോൾ ബലരാമൻ സ്വാഭാവികമായിട്ടും പാണ്ഡവപക്ഷത്താണ്. ഗദായുദ്ധത്തിൽ പ്രവീണനായിട്ടുള്ള ആളെയാണ് അതിനിറക്കുക. അപ്പോൾ ബലരാമൻ ഇറങ്ങേണ്ടി വരും. മറുഭാഗത്ത് ദുര്യോധനനാണ് ഇറങ്ങുക. താൻ തന്നെ തൻ്റെ ശിഷ്യനെ തല്ലിക്കൊല്ലേണ്ടി വരും. അത് വയ്യ. എന്തായാലും മോശം എന്തായാലും തനിക്ക് തന്നെയാണ്. അവൻ്റെ അടി വാങ്ങി താൻ മരിച്ചാലും കഥ തീരും. ഇനി ദുര്യോധനനെ താൻ തന്നെ കൊന്നു എന്ന് വയ്ക്കുക. അപ്പോൾ താൻ അവനെ മര്യാദയ്ക്ക് പഠിപ്പിച്ചില്ല എന്നല്ലേ അർത്ഥം. താൻ പഠിപ്പിച്ചത് നേരെ ചൊവ്വയായിരുന്നു വെച്ചാൽ അവൻ ജയിക്കണ്ടേ. അപ്പം എന്തായാലും തനിക്ക് തന്നെയാവും ചീത്തപ്പേര്. ഒന്നുകിൽ ചീത്തപ്പേര് അല്ലെങ്കിൽ മരണം. രണ്ടും വേണ്ട വെച്ചിട്ടാണ് തീർത്ഥാഭിഷേക വ്യാജേന, തീർത്ഥാടനം എന്നുള്ളൊരു നാട്യം നടിച്ചിട്ട് ബലരാമൻ പോയി. ആ പോക്കിൽ വേറെ കുറേ കുഴപ്പമുണ്ടായി. കഥ പറയുന്നൊരു മഹാത്മാവിനെ ദർഭപ്പുല്ല് ബ്രഹ്മാസ്ത്രമാക്കി നിഗ്രഹിച്ചു. ഒരു ഗുണമുണ്ടായി. അദ്ദേഹത്തിൻ്റെ മകനെ വിളിച്ച് കഥ പറഞ്ഞോളാൻ പറഞ്ഞു. അച്ഛൻ എവിടെ നിർത്തിയോ അതിൻ്റെ അടുത്ത വാചകം തൊട്ട് മകൻ കഥ പറയാൻ തുടങ്ങി. ആ സൂതൻ പറയുന്ന കഥയാണ് ഇപ്പോൾ നമ്മൾ കേട്ടുവരണത്. ഇതിനുള്ള പ്രായശ്ചിത്തം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈശ്വരനായിട്ടുള്ള അങ്ങയ്ക്ക് പാപമില്ല, അതുകൊണ്ട് പ്രായശ്ചിത്തമില്ല എന്ന് ഋഷീശ്വരന്മാർ. ബലരാമൻ പറഞ്ഞു, ഇതിനെ തെറ്റിദ്ധരിച്ചിട്ട് അനുകരിക്കാൻ ആളുണ്ടാവും, അതുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്തോളാം എന്ന് പറഞ്ഞു. ബലരാമൻ പറഞ്ഞില്ല വെച്ച് കഴിഞ്ഞാൽ കഥ പറയണവരെയൊക്കെ കഥ കഴിക്കാൻ ഇഷ്ടം പോലെ ആളുണ്ടായേനെ. എന്തായാലും അങ്ങനെ ഒന്ന് തോന്നിയിട്ട് ബലരാമസ്വാമികൾ ചോദിച്ച പ്രകാരം തീർത്ഥാടനം തന്നെയാണ് പ്രായശ്ചിത്തം എന്ന് പറഞ്ഞ് ശരിക്കുള്ള തീർത്ഥാടനം വേണ്ടി വന്നു. അങ്ങനെയുള്ള തീർത്ഥാടനത്തിലൊന്നാണ് കുരുക്ഷേത്രവും. അവിടെ ചെല്ലാം എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നപ്പോഴാണ് കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ഏറ്റവും അവസാന രംഗത്തിൽ വന്ന് നിൽക്കണു ഭീമനും ദുര്യോധനനും തമ്മിലുള്ള അടി. താൻ യുദ്ധത്തിൽ പങ്കെടുക്കില്ലാച്ചാൽ ഇതാണ് സംഭവിക്കുക എന്ന് ബലരാമൻ അറിയാം. തീർത്ഥാടനത്തിന് പോയതിൻ്റെ കാരണം തന്നെ അതാ. ഒന്നിൽ താൻ യുദ്ധത്തിന് ഇറങ്ങണം, അല്ലെങ്കിൽ അനുജനെ പോലെ താൻ കാണുന്ന ഭീമനും ശിഷ്യനായിട്ടുള്ള ദുര്യോധനനും തമ്മിലുള്ള യുദ്ധം കാണണം. അതിലാര്
ജയിച്ചാലും മരിച്ചവനെ ഓർത്തത് എനിക്ക് സങ്കടം ഉണ്ടാവാറുള്ളൂ. ഒന്നും കാണാൻ വയ്യാന്ന് പറഞ്ഞ് പോയിട്ട് ഇപ്പം എന്തൊന്ന് കാണരുത് എന്ന് വിചാരിച്ചു. അതന്നെ കാണേണ്ടി വന്നു. രണ്ടുപേരെ ഉപദേശിച്ചു നോക്കി. യുവാം തുല്യബലവും വീരവും. നിങ്ങൾ രണ്ടുപേരും തുല്യബലമുള്ളവരാണ്. ഒരാൾക്ക് ബലം കൂടും, മറ്റേ ആൾക്ക് അഭ്യാസ ബലം കൂടും. അഭ്യാസബലം നിനക്കുണ്ടെങ്കിലും ധർമ്മത്തിൻ്റെ ബലം ഭീമനുണ്ട്, നിനക്ക് ജയിക്കാൻ സാധിക്കില്ല, പിന്മാറുക നല്ലത് എന്ന് ദുര്യോധനനോട് പറഞ്ഞു. തന്നോട് ആരവിടെ ഇടപെടാൻ പറഞ്ഞതെന്ന് ദുര്യോധനൻ തിരിച്ചു ചോദിച്ചു. നീ ഗതയോണ്ടുള്ള അടി മാത്രമേ ബാക്കിയുള്ളൂ, അതുകൊണ്ട് പിന്നെ മിണ്ടിയില്ല. ഭീമനോട് പറഞ്ഞു, നിനക്ക് എന്ത് ബലമുണ്ടെന്ന് പറഞ്ഞാലും അവനെ പഠിപ്പിച്ചവൻ ഞാനാ, അതുകൊണ്ട് നീ ജയിക്കാൻ എളുപ്പമല്ല, വിട്ടേക്കാൻ പറഞ്ഞു. ഇത്രയൊക്കെ അനുഭവിച്ചിട്ട് ഇനി അവനെ വെറുതെ വിടാൻ വയ്യ. പണ്ടെനിക്ക് വിഷം തന്ന് അന്ന് ഊങ്ങി വെച്ചതാണ് ഞാൻ ഭീമസേന. നിങ്ങളുടെ യോഗം പോലെ വരട്ടെ എന്ന് പറഞ്ഞു ബലരാമൻ. അല്ലാണ്ട് ഇപ്പം എന്താ പറയുക അവരോട്? അവിടെ നിന്ന് തിരിഞ്ഞു നടക്കാൻ പുറപ്പെട്ടപ്പോഴേക്കാണ് ദുര്യോധനൻ്റെ നിലവിളി കേട്ടത്. തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ഭീമൻ ദുര്യോധനൻ്റെ തൊടയിൽ അടിച്ച് തുട പൊളിഞ്ഞ് ദുര്യോധനൻ താഴെ വീഴുന്നു. നോക്കിയപ്പോൾ റെഫറി ആയിട്ട് നിൽക്കുന്ന കൃഷ്ണൻ സാധാരണ നിലയ്ക്ക് ഫൗളായി കഴിഞ്ഞാൽ പി വിളിക്കണ്ടേ, ഉണ്ടാതെ നിൽക്കുകയാണ്. ബലരാമൻ പോയ ആൾ തിരിച്ചു വന്നിട്ട് കൃഷ്ണനോട്, കൃഷ്ണ നീ കാണുന്നില്ലേ? ഓ, ഗദായുദ്ധത്തിൽ അരയ്ക്ക് താഴെ അടിക്കാൻ പാടില്ല എന്നറിയില്ലേ? ഓ, പിന്നെന്താ ഒന്നും മിണ്ടാത്തേ? ഇപ്പം എനിക്കറിയണേക്കാൾ അവർക്ക് രണ്ടാൾക്കും അറിയാമല്ലോ. ഇപ്പോൾ ഭീമനും അറിയാം, ദുര്യോധനനും അറിയാം, അടിക്കരുതെന്നും അറിയാം, കൊള്ളരുതെന്നും അറിയാം. എനിക്ക് ആകെ പി വിളിക്കൽ മാത്രമേ ഉള്ളൂ. എന്നിട്ട് നീ പി വിളിക്കണ കേട്ടില്ലല്ലോ. ഇതെന്താ അങ്ങനെ അടിച്ചതെന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു. ഇതൊക്കെ അധർമ്മമാണ്. ഓ, ഇപ്പോഴേ മനസ്സിലായുള്ളൂ. ഇവിടെ കുറേ ദിവസമായിട്ട് അധർമ്മമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ആ കുട്ടി അഭിമന്യുവിനെ ഇവർ ഇല്ലാണ്ടാക്കിയോ അന്ന് വരെ മര്യാദയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നടന്നതൊക്കെ അധർമ്മമാണ്. ഏട്ടൻ അറിഞ്ഞില്ല, ചേട്ടനോട് മാത്രമായിട്ട് സ്വകാര്യമായിട്ട് ഞാൻ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ദ്രോണര്, ഭീഷ്മര്, കർണര് സകലതിനെയും തട്ടിയത് അധർമ്മത്തിൽ തന്നെ. ഏട്ടനിപ്പോൾ എന്താ പ്രശ്നം? ഇത് ശരിയല്ല, പൊക്കൂടെ, പുറപ്പെട്ടതല്ലേ, എന്തെങ്കിലും കാണിച്ചോട്ടെ. തൊടയിലടിക്കുക, തല തല്ലി പൊളിക്കുക, നശിക്കാൻ തീരുമാനിച്ചിറങ്ങിയതല്ലേ. വലിയ കാര്യത്തിൽ എൻ്റെ ഭാര്യയെ ഉപദേശിക്കാൻ വന്നില്ലോ എന്നാണ് കൃഷ്ണൻ്റെ ചോദ്യം. ക്ഷത്രിയാണമയം ധർമ്മ ഭ്രാതാഭി ഭ്രാതരം ഹന്യാത്. ഇതൊക്കെ രുക്മിണിയെ സമാധാനിപ്പിക്കാൻ ബലരാമൻ പറഞ്ഞ വാചകമാണ്. ഇപ്പോൾ കൃഷ്ണൻ അതന്നെയാണ് പറയുക, ക്ഷത്രിയാണമയം ധർമ്മ. ഇത് ക്ഷത്രിയന്മാരുടെ ധർമ്മമാണ്. സഹോദരൻ സഹോദരനെ കൊല്ലും. ഇതിപ്പോൾ ഏട്ടനറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ. തീർത്ഥാടനത്തിന് പോണവർ തീർത്ഥാടനത്തിന് പോവുക, അടിപിടി നടക്കുന്നിടത്ത് വരാണ്ടിരിക്കുക, ഇവിടുത്തെ കാര്യം ഇവിടെ ഭംഗിയായിട്ട് നടന്നോളും എന്നും പറഞ്ഞ് ബലരാമനെ പറഞ്ഞു വിട്ടു. അങ്ങനെയാണ് യുദ്ധം അവസാനിക്കുന്നത്. അതിൻ്റെ ബാക്കി കഥയാണ് പ്രഥമസ്കന്ധത്തിൽ നമ്മൾ കേൾക്കുക. അശ്വത്ഥാമാവും പ്രശ്നങ്ങളും ബാക്കിയൊക്കെ ആയിട്ട്. പരീക്ഷിത് മഹാരാജാവ് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഹാവും, ഒരു നിലയ്ക്ക് യുദ്ധം കഴിഞ്ഞുല്ലോ എന്നൊക്കെ വിചാരിച്ചപ്പോൾ അടുത്ത യുദ്ധത്തിൻ്റെ കഥ. യാഗമൊക്കെ കഴിഞ്ഞ് ഈ യുദ്ധം കഴിഞ്ഞ് പിന്നെ കുറേ കാലം കഴിഞ്ഞ് താൻ ജനിച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഭഗവാൻ പിന്നെ ദ്വാരകയിലേക്ക് പോയത്. അവിടെ ചെന്നപ്പോൾ സാൽവൻ്റെ ആക്രമണം, അവൻ്റെ കഥ കഴിച്ചു, ദന്തഭക്തന് മോക്ഷം കൊടുത്തു എന്നൊക്കെയുള്ള കഥകളൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് ഇത് കേൾക്കാൻ സുഖല്യായല്ല. ബലരാമസ്വാമികളുടെ തീർത്ഥാടനം എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം പോയ കുറേയധികം സ്ഥലങ്ങളെക്കുറിച്ച് ഇതൊക്കെ പറയുമ്പോൾ ആ സ്ഥലങ്ങളെക്കുറിച്ചുള്ള സ്മരണ തന്നെ വളരെയധികം പുണ്യത്തെ നൽകുന്നതായിട്ടുള്ള ഒന്നാണ്. ഗോകർണാഖ്യം ശിവക്ഷേത്രം സാന്നിധ്യം യത്ര ധൂർജടേ ആര്യാം ദ്വൈപായനീം ദൃഷ്ട്വാ ശൂർപ്പാരകമഗാത് ബലഃ താപീം പയോഷ്ണീം നിർവിന്ധ്യ. ഇങ്ങനെ ബലരാമൻ സഞ്ചരിച്ചതായിട്ടുള്ള അനവധി സ്ഥലങ്ങളുണ്ട്. കേൾക്കാൻ നല്ല രസമാണ്. അവിടെയൊന്നും പോയില്ലെങ്കിലും ഗോകർണം ഒക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു പുണ്യം ഉണ്ടാവും, സ്മരിക്കുകയെങ്കിലും ചെയ്യാം. എന്നാലും ഇത് കേൾക്കുമ്പോഴത്തെ ഗുണം അങ്ങ് തന്നെ പറഞ്ഞുല്ലോ എന്നാണ്. യോനുസ്മരേത രാമസ്യ കർമാണ്യദ്ഭുത കർമ്മണഃ സായം പ്രാതരനന്ദസ്യ വിഷ്ണോഃ സദയിതോ ഭവേത്. ഈ രാമൻ തീർത്ഥാടനമൊക്കെ ആയിട്ട് സഞ്ചരിച്ചതായിട്ടുള്ള ഈ കഥകൾ കേട്ടാൽ രാവിലെയും വൈകുന്നേരമൊക്കെ ഇതിനെ സ്മരിച്ചു കഴിഞ്ഞാൽ അവർ ഭഗവാന്റെ ദയിതനായിട്ട് മാറും.
എന്ന് പറഞ്ഞിട്ടാണ് ശ്രീശുഖ ബ്രഹ്മർഷി അത് നിർത്തിയത്. അപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് ദൈതൻ്റെ ഒരു കഥ പറയണം. പാകത്തിന് പരീക്ഷത്തൊരു ചോദ്യവും ചോദിച്ചു. ഭഗവൻ യാനി ചാന്യാനി മുകുന്ദസ്യ മഹാത്മനഃ വീര്യാണ്യനന്തവീര്യസ്യ ശ്രോതുമിച്ഛാമഹേ പ്രഭോ. ഭഗവാന്റെ കഥകൾ ഇനി എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടോ? രാമൻ്റെ കഥ കേട്ടാലും കൃഷ്ണൻ്റെ കൂട്ടുകാരനാവുകയാണല്ലോ ചെയ്യുക. അങ്ങനെയാണല്ലോ അപ്പം അങ്ങ് പറഞ്ഞത്. ആ ഭഗവാന്റെ കഥകൾ കേട്ട് മതിയായിട്ടല്ല, രാമൻ്റെ കഥ കേട്ടിട്ടും മതിയായിട്ടല്ല. പക്ഷേ ഈ കഥ കുറച്ചും കൂടിയും ഒരു അടുപ്പമുണ്ടാക്കി തരണം. ആ കഥകളാണ് എനിക്ക് കേൾക്കാൻ ആഗ്രഹം എന്ന് പരീക്ഷിത് മഹാരാജാവ് പറഞ്ഞ സമയത്താണ് വാസുദേവേ ഭഗവതി നിമഗ്ന ഹൃദയോ ബ്രവീത്. വാസുദേവനായിട്ടുള്ള ഭഗവാനിൽ നിമഗ്ന ഹൃദയനായിട്ടാണ് ശ്രീശുഖൻ ആ കഥ പറയുക. കൃഷ്ണകഥാസാഗരത്തിൽ മുങ്ങി നിവർന്നാൽ ഉയർന്നു വന്ന സമയത്ത് കൊണ്ടുവന്നൊരു രത്നം പോലെ ആ രത്നത്തിൻ്റെ ഒരു ഭാഗത്ത് കൃഷ്ണനെ തിളങ്ങി കാണാം, മറുഭാഗത്ത് കൃഷ്ണൻ്റെ ഒരു കൂട്ടുകാരനെയും തിളങ്ങി കാണാം. അങ്ങനെ ഒരു കൂട്ടുകാരൻ്റെ കഥ ശ്രീശുഖ ബ്രഹ്മർഷി പറയാൻ തുടങ്ങുന്നു. ശ്രീ പരീക്ഷിത് മഹാരാജാവിൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട്, കൃഷ്ണന് ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. കൃഷ്ണസ്യാസീത് സഖാ കശ്ചിത് ബ്രാഹ്മണോ ബ്രഹ്മവിത്തമഃ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയഃ. കൃഷ്ണൻ്റെ കൂട്ടുകാരൻ, കൃഷ്ണന് കുറേ കൂട്ടുകാരനുണ്ട്. സ്തോകകൃഷ്ണൻ, അംശൻ, സുബലൻ, അർജുനൻ എന്നൊക്കെ പറഞ്ഞ് വൃന്ദാവനത്തിൽ കുറേ പേരുണ്ടായിരുന്നു. മഥുരയിലെത്തിയപ്പോൾ കിട്ടിയ കൂട്ടുകാരനാണ് ഉദ്ധവൻ. ബന്ധുക്കൾക്കിടയിലുള്ള കൂട്ടുകാരനാണ് അർജുനൻ. കൃഷ്ണൻ്റെ കൂട്ടുകാരൻ ആരാ എന്ന് ആദ്യം ചോദിച്ചാൽ എല്ലാവരും അർജുനൻ എന്നാണ് പെട്ടെന്ന് മറുപടി പറയുക. ഭാഗവതത്തിന് മുമ്പിലെത്തിയവരെ ഉദ്ധവൻ എന്ന് പറയും. എന്നാൽ കൃഷ്ണൻ എൻ്റെ കൂട്ടുകാരൻ എന്ന് ശരിക്കും പറഞ്ഞത് സുദാമാവിനെയാണ്. 64 ദിവസത്തെ ബന്ധമുള്ളൂ. ഏറ്റവും കുറച്ച് ദിവസം മാത്രം ഒരുമിച്ചുണ്ടായിരുന്ന സുഹൃത്തുക്കൾ, എന്നാൽ ഏറ്റവും ആഴത്തിൽ ഉണ്ടായിരുന്ന ഒരു സൗഹൃദം. അതാണ് സുദാമാവിൻ്റെയും ഭഗവാന്റെയും സൗഹൃദത്തിൻ്റെ പ്രത്യേകത തന്നെ. ആ സുദാമാവ് കൃഷ്ണസ്മരണയിൽ തന്നെ ജീവിച്ച് ഇന്ദ്രിയമോഹങ്ങളൊന്നും ഇല്ലാതെ വളരെ പ്രശാന്താത്മാവായിട്ടിരിക്കണം. കാരണം ജിതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിച്ചുണ്ട്, ശരീരമോഹങ്ങളൊന്നുമില്ല. ഗൃഹസ്ഥാശ്രമിയാണേനും അങ്ങനെ ഇരിക്കാൻ അത്ര എളുപ്പമല്ല. ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ മോഹം ഉണ്ടാവും. ഇനി എത്രയൊക്കെ വേണ്ടാന്ന് വെച്ചാലും ഈ മോഹങ്ങൾ പിന്നീട് പ്രാരബ്ധങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് അത് തലയ്ക്ക് മുകളിൽ കയറി വരും. അതാണ് ഈ ഗൃഹസ്ഥാശ്രമം. ആദ്യം ഭാര്യയോട് മോഹം, ഭാര്യയ്ക്ക് ഭർത്താവിനോട് മോഹം. കുറച്ചു കാലം കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും പ്രാരബ്ധം. കുട്ടികളോട് മോഹം, കുറച്ച് കഴിഞ്ഞാൽ കുട്ടികൾ പ്രാരബ്ധം. അങ്ങനെയാവും. അങ്ങനെ ആവാതിരിക്കണമെങ്കിൽ ഇത് ആശ്രമ ജീവിതമായിട്ട് തന്നെ മുമ്പിലേക്ക് പോകണം. ആശ്രമ ജീവിതമായിട്ട് തന്നെ മുമ്പിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ മോഹങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ പ്രാരബ്ധം ഉണ്ടാവില്ല. ഇദ്ദേഹം ഗൃഹസ്ഥാശ്രമി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നിനോടും മോഹം ഉണ്ടായിരുന്നില്ല. ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിക്കാൻ സാധിച്ച ഒരാളായിരുന്നു. എന്താ കിട്ടുന്നത് വെച്ചാൽ അതുകൊണ്ട് ഇങ്ങനെ ജീവിതം കഴിച്ചു കൂട്ടുക എന്നല്ലാതെ അതിനപ്പുറത്തേക്കൊരു ചിന്തയില്ല. ഭഗവാന്റെ കഥകളൊക്കെ ഇങ്ങനെ പറയുക, ഭഗവാന്റെ നാമം ജപിച്ചിരിക്കുക. ഇങ്ങനെ സുദാമാവെന്ന മഹാത്മാവിൻ്റെ അടുത്തേക്ക് വരുന്നവർ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത് കൊണ്ട് ജീവിതം കഴിച്ച് പോകുന്ന ഒരാൾ, അതിന് പാകത്തിന് അനുകൂലമായിട്ടുള്ള ഒരു പത്നിയും കൂടി ആയതുകൊണ്ട് ആ യാത്രയ്ക്ക് തടസ്സമുണ്ടായിരുന്നില്ല. ദരിദ്രാസീതമാനാസാവേപമാനാഭിഗമ്യ ച പതിവ്രത പതിം പ്രാഹമ്ലായതാപതനേന സ തസ്യ ഭാര്യ കുചൈലസ്യ ക്ഷുക്ഷാമാ ച തഥാവിധ. അദ്ദേഹത്തിൻ്റെ പത്നിയും വിശപ്പ് സഹിക്കാൻ പറ്റുന്നവളായിരുന്നു, അദ്ദേഹത്തിൻ്റെ പോലെ തന്നെ. എന്ന് വെച്ചാൽ പട്ടിണിയായിരുന്നു എന്നർത്ഥം. ദാരിദ്ര്യമുള്ളവളാണ്. ആ ദാരിദ്ര്യം എവിടെ പോയി എത്തിയെന്ന് ചോദിച്ചാൽ വേപമാന, വിറയ്ക്കുന്ന ഉളവിലേക്ക് എത്തി.
ദാരിദ്ര്യം കൊണ്ട് ഭക്ഷണം കഴിക്കാനില്ലാണ്ട് വിറച്ച് നടക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ആരെങ്കിലും കൊണ്ടുകൊടുക്കുന്നത് കൊണ്ട് വേണം കഴിച്ചു കൂട്ടാന്നുള്ളിടത്തുനിന്ന് ആരും ഇപ്പോൾ കാര്യമായിട്ടൊന്നും കൊടുക്കണില്ല എന്നുള്ള അവസ്ഥയും, സുദാമാവിന് പോലും കൊടുക്കാൻ പറ്റാണ്ടായാലോ എന്നൊരാധി. തനിക്കില്ലാണ്ടായിട്ട് കുറേ നാളായി. ഉള്ളത് അദ്ദേഹത്തിന് കൊടുക്കുക. ഇവിടെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അദ്ദേഹം ചോദിക്കുന്ന സ്വഭാവമില്ല. അങ്ങനെയുള്ളിടത്ത് തനിക്കില്ലാതായതും പോട്ടെ, ഇനി ഒരു നേരത്തേക്ക് ആരെങ്കിലും കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ ഭക്ഷണം എന്നുള്ളതില്ലാണ്ടാവും. അങ്ങനെ ഒരു സാഹചര്യം എത്തിയപ്പോഴാണ് ഭഗവാൻ ഈ സുദാമാവിൻ്റെ അടുത്ത് ചെന്നിട്ട് പത്നിയുടെ പ്രാർത്ഥനയുണ്ടായത്. കൃഷ്ണൻ കൂട്ടുകാരനാണ് എന്ന് പറയാറുണ്ടല്ലോ. നനു ബ്രഹ്മൻ ഭഗവത സഖാ സാക്ഷാത് ശ്രീയപ്പതി. ആ ഭഗവാൻ ശ്രീപതിയായിട്ടുള്ള കൃഷ്ണൻ അങ്ങയുടെ കൂട്ടുകാരനാണെന്ന് പറയാറുണ്ട്. ബ്രഹ്മണ്യശ്ച ശരണ്യശ്ച, ബ്രാഹ്മണ ഭക്തനാണെന്ന് പറയുന്നുണ്ട്. ശരണ്യനാണ്, ശരണം പ്രാപിക്കാൻ യോഗ്യനായിട്ടുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ ഭഗവാൻ തരാണ്ടിരിക്കുമോ? നിങ്ങളുടെ ഒരു സൗഹൃദം നിലനിൽക്കണുണ്ടല്ലോ. എന്തായാലും ഒരാൾ വെറുതെ ചെന്നിട്ട് അങ്ങോട്ട് ചോദിക്കണ പോലെ ആവില്ല. ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ ദ്വാരകയിൽ സുഖമായിട്ട് കഴിയല്ലേ, എല്ലാവർക്കും എന്തും കൊടുത്തുകൊണ്ട് കഴിയുകയാണല്ലോ. സുദാമാവ് ഇങ്ങനെയൊക്കെ ചോദിച്ചു വന്ന പത്നിയോടായിട്ട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. അതിനിപ്പോൾ ഇവിടെ കൃഷ്ണനോട് പോയി ചോദിക്കാൻ പാകത്തിന് എന്താ ബുദ്ധിമുട്ടുള്ളത്? ഇങ്ങനെ ചോദിച്ച ആളോട് എന്താ അങ്ങോട്ട് പറയുക? ഒന്നും മിണ്ടിയില്ല. വല്ലാണ്ട് ദാരിദ്ര്യം വീണ്ടും തോന്നുമ്പോൾ പിന്നെയും ഇതന്നെ ചോദിക്കും, ഒന്ന് പോയി കണ്ടുകൂടെ? ദാരിദ്ര്യമൊക്കെ ഭഗവാൻ തീർക്കില്ലേ? അപ്പോഴും അദ്ദേഹം ചോദിക്കും, ഇപ്പം എന്താ അവിടെ ബുദ്ധിമുട്ട്? ഇങ്ങനെ ബഹുശഃ പ്രാർത്ഥിത്തോ മൃദു, അനവധി തവണ ഒരേ കാര്യം പറയുമ്പോൾ ആർക്കായാലും കുറച്ച് കഴിഞ്ഞാൽ ഭാഷയൊക്കെ മാറില്ലേ? നിങ്ങളോട് എത്ര പ്രാവശ്യമായി പറയണു? പറഞ്ഞ് ബാക്കിയുള്ളവൻ്റെ തൊണ്ടയിൽ വെള്ളം വറ്റി. ഇങ്ങനെയൊക്കെയുള്ള ടോണൊന്നും മാറിയില്ല എന്നുള്ളതാണ്. ബഹുശഃ പ്രാർത്ഥിതോ മൃദു, അനവധി തവണ വളരെ മൃദുവായിട്ട് മാത്രമേ പറഞ്ഞുള്ളൂ. ആ മൃദുത്വം പോകുന്നിടത്താണ് പറയുന്നതിൻ്റെ ഉദ്ദേശമൊക്കെ മാറുക. പറഞ്ഞിട്ട് എന്താണോ നടക്കേണ്ടത് അത് നടക്കില്ല. എന്നാൽ മൃദുത്വം പോകാതെ തന്നെ പറഞ്ഞതുകൊണ്ട് പറഞ്ഞതിൻ്റെ നല്ല വശം അദ്ദേഹം എടുത്തു. ചീത്ത വശം ഉണ്ടായിട്ടല്ല, എങ്കിലും പറഞ്ഞതിൽ വെച്ചുള്ളതിൽ നല്ല വശം എടുത്തു. കൃഷ്ണനെ ഒന്ന് പോയി കണ്ടുകൂടെ? എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ നമ്മളുടെ ദാരിദ്ര്യമൊക്കെ തീരുമല്ലോ. ഇതാണ് ആകെ പറയണ വാചകം. കൃഷ്ണനെ ഒന്ന് പോയി കണ്ടുകൂടെയും ചോദിച്ചത് പറഞ്ഞ പോലെ ശരിയാണല്ലോ. എത്ര കാലമായി കണ്ടിട്ട്? 12 വയസ്സിൽ പിരിഞ്ഞതാണ്. അങ്ങനെ ഇത്ര നല്ല പത്നിയെ തനിക്ക് കിട്ടിയിട്ട് അവൾ പറഞ്ഞ ഈ വാചകത്തിൻ്റെ കാതൽ എന്താണോ അതിലേക്ക് താൻ വേണ്ട പോലെ ശ്രദ്ധ കൊടുത്തില്ലല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നി. പത്നി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കണം. ആരാണ് പത്നി എന്ന് ചോദിച്ചാൽ പതിയെ ഭഗവാനിലേക്ക് തിരിച്ചു വിട്ടിട്ട് അനുഗമിക്കുന്നവളാവണം പത്നി എന്ന് ഋഷഭയോഗീശ്വരൻ തന്നെ പറയുന്നു. അല്ലെങ്കിൽ പിന്നെ ആ പദവിക്ക് വലിയ അർത്ഥമൊന്നുമില്ല. തന്നെ പലതവണ പറഞ്ഞു വിടാൻ നോക്കി, താനാണ് പോവാതിരുന്നത്. ഇനിയും കാലതാമസം വരുത് എന്ന് തോന്നിയിട്ടാണ് അദ്ദേഹം അടുത്ത ദിവസം രാവിലെ ഒറ്റ ചിന്തയേ ഉള്ളൂ, അയം ഹി പരമോലാഭ ഉത്തമ ശ്ലോക ദർശനം ഇതി സഞ്ചിന്യ മനസാഗമനായ മതിം ദധേ. ജീവിതത്തിൽ ഏറ്റവും വലിയ ലാഭമാണ് ഭഗവാനെ ഒന്ന് കാണുക എന്നുള്ളത്. എന്തോ ഭാഗ്യം കൊണ്ട് തനിക്ക് 64 ദിവസം കൂടെ ഉണ്ടാവാൻ പറ്റി. പിന്നെ കാണാം എന്നൊക്കെ പറഞ്ഞ് പിരിഞ്ഞെങ്കിലും പിന്നെ ഇതുവരെ കാണലുണ്ടായില്ല. എത്ര കണ്ടാലും മതിയാവാത്ത ഭഗവാനെ ഒന്നുകൂടിയും കാണുന്നല്ലേ വേണ്ടത്. ഒരു തവണയെങ്കിലും കാണൽ പരമഭാഗ്യം എന്ന് വെച്ചിട്ട് ഒരു തവണ കണ്ടാൽ ആരെങ്കിലും അവസരം ഉണ്ടായാൽ വേണ്ടാക്കിയോ? ഗുരുവായൂർ അമ്പലത്തിൽ 6 മണിക്കൂർ ഇടികൊണ്ട് തൊഴുത് പുറത്തിറങ്ങിയപ്പോഴാണ് പരിചയമുള്ള ഒരാൾ ഇതിലും കയറിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ തൊഴുതാ എന്നാരും പറയാറില്ല. അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ കയറാൻ പറ്റുള്ളൂ. എത്ര കണ്ടാലപ്പോൾ അത് മതിയാവുക? ഒരു തവണയെങ്കിലും കാണുന്നതേ ഭാഗ്യം എന്ന് പറഞ്ഞുള്ളൂ. പിന്നെ കാണുന്നതൊക്കെ ആദ്യത്തെ കാണൽ എങ്ങനെയുണ്ടോ
അതിനനുസരിച്ച് ഭഗവാൻ ഉണ്ടാക്കി തരും അടുത്ത കാണലുകൾക്കുള്ള അവസരങ്ങൾ. ആദ്യത്തെ കാണലെ കൊണ്ട് തന്നെ വലിയ ശല്യം അയച്ചാൽ പിന്നെ ഭഗവാനൊന്നും ആലോചിക്കും. സുധാമാവ് അന്നും ഒന്നും പറഞ്ഞിട്ടില്ല, ഇന്നും അദ്ദേഹത്തിനൊന്നും പറയാനില്ല. അതുകൊണ്ട് ഭഗവാനും സങ്കല്പിക്കുന്നുണ്ട് സുധാമാവിനെ ഒന്ന് കണ്ടാക്കൊള്ളാമെന്ന്. നമ്മൾ സങ്കല്പിച്ചിട്ടല്ല നമ്മൾ ഗുരുവായൂർ പോയി തൊഴണത്. ഗുരുവായൂരപ്പം നമ്മളെ വിളിക്കുമ്പോഴാണ് നമ്മൾ ഗുരുവായൂർക്ക് എത്തുള്ളൂ. ഒരു സംശയം ഇതിൽ വേണ്ട. ഇവിടെ കൃഷ്ണൻ തന്നെ സങ്കല്പിക്കുന്നുണ്ട് എന്നതിനെ അദ്ദേഹം ചിന്തിച്ചില്ല. കൃഷ്ണനെ ഒന്ന് കാണാൻ പറ്റിയാൽ അതല്ലേ പരമമായിട്ടുള്ള ഭാഗ്യം എന്ന് മാത്രം ചിന്തിച്ച് മനസ്സിൽ ഉറപ്പിച്ചു പോവുകയാണ്. അപ്പോഴാണ് ഭഗവാനെ കാണാൻ പോകുമ്പോൾ ഇങ്ങനെ വെറും കൈയായിട്ട് പോവുക. എന്തെങ്കിലും ഉണ്ടോ കൃഷ്ണന് കൊടുക്കാൻ എന്ന് ചോദിച്ചപ്പോഴാണ് പത്നിക്ക് മനസ്സിലായത് ഇപ്പം ഇന്ന് പുറപ്പെട്ടു വന്നു. ഇതുവരെ അദ്ദേഹം ഒന്നിനും ഒരു ചോദ്യം ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടൊരു ചോദ്യമാണ്, അതും ഭഗവാന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. സത്യത്തിൽ ഇവിടെ ഒന്നുമില്ലേനും ഒന്നുമില്ല എന്ന് പറയാനാണോ പറ്റുക? ഇല്ലാത്ത അനവധി അവസരങ്ങളിൽ അദ്ദേഹം ചോദിക്കാത്തതുകൊണ്ട് അങ്ങനെ ഒരു വാക്ക് പറയേണ്ടി വന്നിട്ടില്ല. ഇപ്പം അത് പറയാൻ വയ്യാത്തതുകൊണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ് വേഗം അകത്തേക്ക് കയറി പിൻവാതിൽ തുറന്ന് പുറത്തിറങ്ങി. ആരോ 4 പേരെ കണ്ടു. അവരോട് അദ്ദേഹം ഭഗവാനെ കാണാൻ പോവുകയാണ്, എന്തെങ്കിലും കൊടുത്തയക്കണമെന്നുണ്ട് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അവർ കൊടുത്തതായ 4 പിടി അവല് വേഗം തൻ്റെ ചേലയുടെ ഒരു ഭാഗം മടക്കി അതിലിങ്ങനെ വാങ്ങി. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടെന്ന് പറയാം യാചിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് കൃഷ്ണന് വേണ്ടിയിട്ടാണ്. അവരുടെ ജീവിതത്തിൽ പട്ടിണി കിടക്കുമ്പോഴും വായു ഭക്ഷണമാക്കിയപ്പോഴും ഒരാളുടെ മുമ്പിലും കൈനീട്ടിയില്ല. യാചിത്വാ ചതുരോ മുഷ്ടീൻ വിപ്രാൻ പൃഥുകതണ്ടുലാൻ ചൈലഖണ്ഡേന താൻ ബദ്ധ്വാ ഭർത്രേ പ്രാദാദുപായനം. ആ മടക്കിയ ചേലയിൽ വാങ്ങിയ 4 പിടി അവിലം കൊണ്ട് അകത്തേക്ക് കയറി വാതിലടച്ചിട്ട് ഇത് എന്തിലിട്ട് കൊടുക്കുന്നുള്ളൊരു പരിഭ്രമമായിരുന്നു. നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. ആ ചേലയുടെ ഭാഗം തന്നെ അങ്ങനെ അങ്ങോട്ട് കീറിയെടുത്ത് പരിഭ്രമിച്ച് കൂട്ടിക്കെട്ടണതിനിടയിൽ എന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ടായിരുന്ന ആ സുധാമാവിൻ്റെ പത്നി. ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ സുധാമാവിന് ഒരു തരത്തിലുള്ള തടസ്സങ്ങളുമില്ലാതെ ഈശ്വരോപാസന ചെയ്യാൻ എന്ത് വേണോ അത് തന്നെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റണം. അത്രയൊക്കെ തന്നെ ആഗ്രഹമുള്ളൂ. അല്ലാണ്ട് കൊട്ടാരം വേണം, വാഹനം വേണം എന്നുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ല പാവത്തിന്. പക്ഷെ അതുപോലും ഇപ്പോൾ പറയാൻ തോന്നിയില്ല. അത് കൂട്ടിക്കെട്ടുന്ന സമയത്ത് മനസ്സിലൊരു വിങ്ങലായിരുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ അങ്ങേ ആലോചിച്ച് എല്ലാം മറക്കുന്ന ആളാണ്. നേരിട്ട് കണ്ടാൽ കഷ്ടപ്പെട്ട് കൊണ്ടുവരലൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. തരലൊന്നും ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് വരും. ചോദിച്ച് വാങ്ങാൻ മറക്കരുത് കേട്ടോ എന്ന് മാത്രം പ്രാർത്ഥിച്ച് അപ്പോഴേക്കും അടർന്നു വീണു 2 തുള്ളി കണ്ണുനീര്. അത് കൂട്ടിച്ചേർത്തിട്ടാണ് ആ അവിൽക്കിഴി കെട്ടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടുകൊടുത്തത്. എന്താണെന്നൊന്നും അദ്ദേഹവും ചോദിക്കാൻ പോയില്ല. അതും കൊണ്ട് അദ്ദേഹം നടന്നു. നടക്കുന്നിടത്ത് മുഴുവൻ ഈ പറഞ്ഞ പോലെ പത്നി പറഞ്ഞതോ മുമ്പ് തന്നോട് കൃഷ്ണനെ കണ്ടുകൂടെ, പോയി കണ്ടാൽ പലതും ഭഗവാൻ അനുഗ്രഹിക്കാതിരിക്കില്ലല്ലോ, ഈ വക ചിന്തകളൊന്നും അദ്ദേഹത്തിനില്ല. കൃഷ്ണൻ അവിടെ പോയാൽ തനിക്ക് എന്ത് തരും ഇതല്ല ആലോചിച്ചത്. കൃഷ്ണനെ എങ്ങനെ കാണാൻ പറ്റുന്നതായിരുന്നു ആലോചന. കൃഷ്ണസന്ദർശനം മഹ്യം കഥം സ്യാദിതി ചിന്തയൻ. കൃഷ്ണനെ എങ്ങനെ കാണാൻ പറ്റും? 16,108 പത്നിമാർക്ക് ഓരോരോ കൊട്ടാരം എന്നൊക്കെ പറയുന്നുണ്ട്. അതിലെവിടെ പോയാലാ കൃഷ്ണനെ കാണുകയാവോ? കണ്ടാൽ തന്നെ മനസ്സിലാവൂ? തന്നെ പോലെയുള്ള ഒരാളെയൊക്കെ ദ്വാരകയിൽ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് അനുവദിക്കുകയോ? പഴയൊരു സൗഹൃദം ഉണ്ടായിരുന്നു. അതുപോലെയൊക്കെയുള്ളൊരവസരം ഇനിയിപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. കൃഷ്ണൻ രാജാവൊക്കെയാണല്ലോ. ഇനി രാജ്യഭരണത്തിൻ്റെയൊക്കെ തിരക്കിലൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് കൈ കാണിച്ചിട്ട് കടന്നു പോകാനും മതി. അങ്ങനെയെങ്കിലും കാണാമല്ലോ. അങ്ങനെ പലതും ആലോചിച്ച് അവസാനം ദ്വാരകയിലെത്തി. ഇതൊക്കെ ആലോചനയിലുണ്ട്. ദ്വാരക കടലിൻ്റെ നടുവിലല്ലേ, കുറേ ദുർഗങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്ന് പറയുന്നു. എങ്ങനെയോ അതൊക്കെ തരണം ചെയ്തിട്ട് അവിടെ എത്തുക? ഇതൊക്കെ ആലോചിച്ച് അദ്ദേഹം ദ്വാരകയിലെത്തിയത് അദ്ദേഹം പോലും സത്യം പറഞ്ഞറിഞ്ഞില്ല. ദ്വാരക കടലിൻ്റെ നടുവിലാണ്, കുറേ ദുർഗങ്ങളുണ്ട്. പക്ഷെ സജ്ജനങ്ങൾക്ക് ഒരു തടസ്സമില്ലാതെ വളരെ എളുപ്പത്തിൽ ഭഗവാന്റെ അടുത്തേക്ക് എത്താം. അല്ലാത്തവർ മാത്രമേ ആ ദുർഗത്തിൽ പെട്ട് കര കാണാണ്ട് തീരുള്ളൂ.
അങ്ങനെയാണ് ആ ദുർഗങ്ങളൊക്കെ വിശ്വകർമാവ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. സുദാമാവ് നടന്ന് ദ്വാരകയിലെത്തി നോക്കുമ്പോൾ എല്ലായിടത്തും കൊട്ടാരങ്ങളാണ്, നിറച്ച് കൊട്ടാരം. ഇതിലേതാ കൃഷ്ണൻ്റെയൊന്നും മനസ്സിലാവണില്ല, മറ്റുള്ളവരുടെ കൊട്ടാരങ്ങൾ ഏതാ ഒന്നും മനസ്സിലാവാതെ പരിഭ്രമിച്ച് നിൽക്കുന്നു. പല തരത്തിലുള്ള ആൾക്കാരെ അവിടെ കാണാണ്ട്. യോഗികൾ നടക്കുന്നുണ്ട്, സന്യാസികൾ നടക്കുന്നുണ്ട്, അവധൂതന്മാരുണ്ട്, രാജാക്കന്മാരുണ്ട്, സാധാരണക്കാരുണ്ട്, എല്ലാവരും ഉണ്ട് അവിടെ. കാരണം ഏത് ടൈപ്പ് ആൾക്കാർക്കും കൃഷ്ണൻ്റെ അടുത്തേക്ക് വരാമെന്നുള്ളതുകൊണ്ട് ഇന്നവർ മാത്രം അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ഭഗവാന്റെ അടുത്തേക്ക് അവിടെ പ്രവേശനമുണ്ട്. ആരൊക്കെയോ തൊഴാൻ പോകണു, ആരൊക്കെയോ തൊഴുതു വരണു. പക്ഷെ തൊഴാൻ പോണവരാര് വരണവരാരെന്നൊന്നും അദ്ദേഹത്തിന് മനസ്സിലാവണില്ല. ഒരാളെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ചോദിച്ചു, കൃഷ്ണൻ എവിടെയാ? അയാളാണെങ്കിൽ ഒരു വേദാന്തി. ചോദിച്ച ഉടനെ അയാൾ മറുപടി പറഞ്ഞു, കൃഷ്ണൻ എല്ലായിടത്തും ഉണ്ടല്ലോ. ഇങ്ങനൊരു ഉത്തരം കിട്ടിയിട്ട് എന്താ കാര്യം? അയാളിത് പറയലും കഴിഞ്ഞു, പോക്കും കഴിഞ്ഞു. സുധാമാവ് ആകെ പരിഭ്രമിച്ച് നിൽക്കുന്നു. താൻ എന്ത് വേണ്ടുമെന്ന് അറിയാത്തൊരു നിൽപ്പാണ്. അങ്ങനെ പരിഭ്രമിച്ച് തിക്കിലും തിരക്കിലും പെട്ട് വിവേശൈകതമം ശ്രീമദ് ബ്രഹ്മാനന്ദം ഗതോയഥ. ഏതോ ഒരു കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് തിക്കിലും തിരക്കിലും അദ്ദേഹം തള്ളപ്പെട്ടു. ഏതോ ഒന്നിൻ്റെ ഉള്ളിൽ കയറിപ്പെട്ടു. ആകെ ഒരു ബ്രഹ്മാനന്ദം അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ അദ്ദേഹം ഇങ്ങനെ അനുഭവിക്കാൻ തുടങ്ങി. അപ്പോൾ ഓർമ്മ വന്നു, പണ്ട് കൃഷ്ണൻ ആ ഗുരുകുലത്തിൽ തൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ തനിക്ക് ഉണ്ടായിരുന്ന ഒരു കുളിർമയുണ്ട്. എത്രയോ പേര് സന്ദീപനിയുടെ ആശ്രമത്തിൽ പഠിച്ച് പോയിട്ടുണ്ട്, താനൊക്കെ അന്നും ഉണ്ട് അവിടെ. പക്ഷെ അവരൊന്നും അല്ലാതെ കൃഷ്ണനും രാമനും വന്നപ്പോൾ താൻ അനുഭവിച്ച അവരുടെ സാമീപ്യം കൊണ്ട് തന്നെ ഉണ്ടായിട്ടുള്ളൊരു കുളിർമയുണ്ട്. ആ ആനന്ദം ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു സമാധാനം, ഇതന്നെ കൃഷ്ണൻ്റെ കൊട്ടാരം. പക്ഷെ എവിടെ വെച്ചിട്ടാ, ആരോടാ ചോദിക്കുക? ഇങ്ങനെയൊക്കെ പരിഭ്രമിച്ച് നിൽക്കുമ്പോൾ അതിനേക്കാളും ഒരു പരിഭ്രമക്കാരൻ അവിടെ അന്തപുരത്തിലുണ്ട്. സ്വതേ പരിഭ്രമിക്കുന്നവരൊക്കെ ബ്രാഹ്മണരാണ്. ക്ഷത്രിയർ പരിഭ്രമിക്കൽ പതിവേ ഇല്ല. തല വെട്ടാൻ വരാമെന്ന് പറഞ്ഞാലും ഒരു കൈ നോക്കാം എന്ന് പറയുന്ന ആൾക്കാരാണ് ക്ഷത്രിയന്മാർ. അവിടെ അന്നത്തെ ദിവസം കൃഷ്ണൻ്റെ ഒരു കാര്യം പറയണം. രാവിലെ സ്വതേ 3 മണി സമയമുള്ള ഭഗവാൻ അതിനേക്കാളും മുമ്പ് എണീറ്റ് ആകെ പരിഭ്രമാണ്. 3 മണി ആവാണ്ട് വയ്യല്ലോ എന്നും പറഞ്ഞ് കാത്തിരുന്ന് പിന്നെ സ്നാനാദികൾ കഴിഞ്ഞു, ഉപാസനാദികൾ കഴിഞ്ഞു. ഭഗവാൻ തന്നെ തോട്ടത്തിലേക്ക് ഓടുന്നു, ഭഗവാൻ തന്നെ പുഷ്പങ്ങളൊക്കെ പറിച്ചു കൊണ്ടുവരുന്നു, ഭഗവാൻ തന്നെ ചന്ദനം വരച്ചു വയ്ക്കുന്നു, ഭഗവാൻ തന്നെ പൂജാപാത്രം എടുത്തുകൊണ്ട് വരുന്നു. എന്നിട്ട് അതും കൊണ്ട് പിന്നെയും പോവുക. ഇത് എവിടേക്കാണ് കൊണ്ടുപോകണമെന്നൊന്നും മനസ്സിലാവില്ല. കഴുകിയത് വൃത്തിയായിട്ടില്ല. ദ്വാരകയിൽ പൂജാപാത്രം കഴുകിയതൊക്കെ വൃത്തിയാവാണ്ടിരിക്കും. പൂജാപാത്രം നിങ്ങളൊന്നും ശരിയാവില്ല എന്നും പറഞ്ഞ് ഭഗവാൻ തന്നെ പൂജാപാത്രം ഒന്നുകൂടിയും കഴുകി വയ്ക്കുക. ഇരിക്കാനുള്ള സിംഹാസനം ഭഗവാൻ തൻ്റെ ഉത്തരീയം കൊണ്ട് തന്നെ പൊടിയൊക്കെ തട്ടുക. ദ്വാരകയിൽ സിംഹാസനത്തിലൊക്കെ പൊടിയുണ്ടാവണത് അവിടെ ഒന്നും ഉണ്ടായിട്ടല്ല. എന്നാലും കൃഷ്ണനൊരു തൃപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ പതിവില്ലാണ്ട് കൃഷ്ണൻ അവിടെ ഇരുന്നിട്ട് മാല കെട്ടുന്നു, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പത്നിമാർ വന്നിട്ട് ചോദിച്ചു, എന്താ കണ്ടില്ലേ? ഇനി പ്രത്യേകിച്ച് പറയാണ്ടോ, മാല കെട്ടണു? അല്ല, അത് മനസ്സിലായി, ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെയൊന്നും. അതുകൊണ്ട് ഇപ്പം എന്താ, നിങ്ങൾക്ക് അവിടെ വേറെ പണിയൊന്നുമില്ലേ? ഇങ്ങനെയൊന്നും അല്ലല്ലോ കൃഷ്ണൻ, ഇങ്ങനെയൊന്നും സംസാരിക്കാറേ ഇല്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, ആരോ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരുക്കങ്ങളൊന്നും അവിടെ പതിവില്ല. അല്ല, ആരാ വരണത്? ആരെയോ സ്വീകരിക്കാനുള്ളൊരു തയ്യാറെടുപ്പാണെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഇവരോട് എന്താ പറയുക? സുധാമാവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ പോരാ, എൻ്റെ കൂട്ടുകാരൻ. അപ്പോൾ ഒരു 100 ചോദ്യം ചോദിക്കും. അർജുനനാണോ, ഇനി വേറെ വല്ലവരുണ്ടെങ്കിൽ അവരാണോ? അതിനൊക്കെ മറുപടി പറയാൻ നിൽക്കണം. കൂടെ പഠിച്ചതാ എന്ന് പറഞ്ഞാൽ അപ്പോഴും ചോദിക്കും, ഇനി ആരെങ്കിലുമൊക്കെ പേര് ഓർമ്മയുണ്ടെങ്കിൽ അതൊക്കെ. വരുമ്പോൾ കാണാം, തീർന്നു. ഇനി അവിടുന്ന് വേറെ ഒന്നും കിട്ടാനുമില്ല. വരുമ്പോൾ കാണാം. താനൊരു വാക്കിങ്ങനെ പറഞ്ഞാൽ അതിൽ ഒതുങ്ങുന്നതല്ല സുധാമാവിൻ്റെ മഹത്വം. വന്നിട്ട് കണ്ടിട്ട് മനസ്സിലായി, അത്ര മതി. വരുമ്പോൾ കാണാം. ഇനി അതിനൊന്നും ചോദിക്കാനില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഒരുക്കി വയ്ക്കൽ കഴിഞ്ഞിട്ടും കൃഷ്ണന് പരിഭ്രമം തീരണില്ല. ചെല്ലുന്നു, ജാലകത്തിലൂടെ താഴേക്ക് നോക്കണം. അപ്പോൾ പത്നിമാർ പോയിട്ട് വീണ്ടും അവരും കൂടെ എത്തി നോക്കും, ഒന്നും കാണാനില്ല. എന്താ നോക്കണേ? ഞാൻ എന്തോ നോക്കണു, നിങ്ങൾക്കെന്താ? അല്ല, കുറേ നേരം ആയില്ലോ, കുറച്ച് നേരം ഇവിടെ ഇരിക്കാം. കൃഷ്ണനെ പിടിച്ച് അവിടെ കൊണ്ടിരുത്തി ഇവരും കൂടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞാൽ കൃഷ്ണൻ ഇവരെയൊക്കെ തട്ടി മാറ്റിയിട്ട് വീണ്ടും പോയി ജാലകത്തിലൂടെ എത്തിച്ചു. അപ്പോഴും പത്നിമാർ കൂടെ പോവും.
നിങ്ങളെന്തിനാ എൻ്റെ പിന്നാലെ നടക്കണം, ഞാൻ എത്തിച്ച് എന്തോ കാണിച്ചോളും, അല്ല ഞങ്ങൾ നോക്കണു അങ്ങത് നോക്കണ്ട എന്ന് അവരും പറയുന്നുണ്ട്. കൃഷ്ണൻ്റെ ഈ പരിഭ്രമം കാണുമ്പോഴാണ് ഇവർക്ക് പരിഭ്രമമാവണം. ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. എന്നും ഇങ്ങനെ പരിഭ്രമിച്ച് നടക്കുന്ന ആളാ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവരും ശ്രദ്ധിക്കൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളും എന്ന് വിചാരിക്കും. ഇതിപ്പോൾ അതല്ല. അങ്ങനെ പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഓരോ തവണ പോകുമ്പോഴും കൃഷ്ണൻ ഓരോന്നും മറക്കുന്നുണ്ട്. ഒരു തവണ സിംഹാസനത്തിന് എണീറ്റ് പോയപ്പോൾ മെതിയടി അവിടെ ഉരുട്ടിട്ട് ആ ധൃതിയിൽ പോയി. പിന്നത്തെ തവണ പോയപ്പോൾ ഉത്തരിയും ഇപ്പോൾ സിംഹാസനത്തിൽ കിടക്കേണ്ട കൃഷ്ണൻ പോയി എത്തിച്ചു നോക്കുന്നുണ്ട്. ഈ ടെൻഷൻ ഇങ്ങനെ കൂടുമ്പോഴേ എങ്ങനെയാണ് ഇതൊക്കെ റിയാക്ട് ചെയ്യേണ്ടതെന്ന് അറിയാതാവുമ്പോൾ ഓരോരുത്തർ ഓരോന്ന് കാണിക്കുമല്ലോ. ചിലവർ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് നോക്കിയാൽ ചിലവർ ഫോൺ വലിച്ചെറിയും, കുറച്ച് കഴിഞ്ഞാൽ ചിലവർ ഷർട്ടൊക്കെ ഊരിയിടും. ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിക്കുന്നതാണ് ടെൻഷൻ കൂടി. അതുപോലെ കൃഷ്ണനും ഈ പറഞ്ഞ പോലെ മെതിയടി വിട്ടു, ഉത്തരീയം വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓ ഇത് വേറെ എന്നൊക്കെ പറഞ്ഞ് കിരീടൊക്കെ ഊരി അവിടെ വെച്ചു. ആളെ കാണാത്തതിൻ്റെ പരിഭ്രമമാണ്. അങ്ങനെ ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു തവണ നോക്കിയപ്പോഴാണ് അവിടെ താഴെ സുധാമാവ് നിന്നിട്ട് വട്ടം കറങ്ങണു. എവിടെയാ കൃഷ്ണൻ എന്ന് നോക്കിയിട്ട് ഇതങ്ങോട്ട് കാണേണ്ട താമസം അവിടെ നിന്നൊരു ഓട്ടോ ഓടിയുണ്ട് ഭഗവാൻ. 7ാം നില മാളിക മുകളിൽ നിന്ന് ഭഗവാൻ ഇറങ്ങി വരുമ്പോൾ രാജോചിതമായ വേഷഭൂഷാദികളോട് കൂടിയിട്ടല്ലാതെ കൃഷ്ണനെ അതിൻ്റെ പുറത്തേക്ക് ഒരാളും കണ്ടിട്ടില്ല. എന്നും വിളിച്ചാകുമ്പോൾ കണ്ണാടിയുടെ മുമ്പിൽ ഭഗവാൻ കുറച്ച് സമയം ചിലവാക്കുന്നുണ്ട്. തൻ്റെ ഈ സൗന്ദര്യം എല്ലാവരെയും ആകർഷിക്കാൻ പാകത്തിന് ആവുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ഭഗവാൻ പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ. ആ കൃഷ്ണൻ ഇപ്പം മെതിയടി വേണ്ട, ഉത്തരീയം വേണ്ട, കിരീടം വേണ്ട, കൂടെ അംഗരക്ഷകർ വേണ്ട, യാത്രയാക്കാൻ പത്നിമാരാരും വേണ്ട, ഇതൊന്നുമില്ലാതെ ഭഗവാൻ ഗോവണികൾ പടപടപടപടാന്ന് ഇറങ്ങി വരുമ്പോൾ ഭടന്മാരൊക്കെ പിന്നാലെ ഓടി, പത്നിമാരൊക്കെ പിന്നാലെ ഓടി. ഭഗവാൻ ഓടി ഇറങ്ങി വന്ന് നോക്കിയപ്പോഴാണ് തം വിനോക്യ അച്യുതോ ദൂരത്തിൽ നിന്നതാ അച്യുതനായ ഭഗവാനെ സുധാമാവ് കണ്ടു. സുധാമാവനെ ഭഗവാനും കണ്ടു. ഒരു നിമിഷം അങ്ങനെ രണ്ടുപേരും നിന്നു. അടുത്ത നിമിഷം എൻ്റെ കൃഷ്ണനല്ലേ അത് എന്ന് നോക്കാൻ സുധാമാവ് ഒന്ന് കണ്ണടച്ച് തുറന്നപ്പോഴേക്കും നേരെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. അവിടെ വെച്ച് ഭഗവാൻ സുധാമാവിനെ കെട്ടിപ്പിടിച്ചു. സഖ്യുപ്രിയസ്യ വിപ്രഋഷേരംഗസംഗാതിനിർവൃതഃ പ്രീതോ വ്യമുഞ്ജതബിന്ദൂൻ നേത്രാഭ്യാം പുഷ്കരേക്ഷണഃ. കൃഷ്ണൻ വന്ന് കെട്ടിപ്പിടിച്ചാൽ എന്താ ഉണ്ടാവുക? ഒരു ഭക്തൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഒരു ഭക്തനെ കെട്ടിപ്പിടിച്ചാൽ എന്താ ഉണ്ടാവുക എന്നുള്ളത്, ഭക്തനെ കെട്ടിപ്പിടിച്ചാൽ ഭഗവാൻ എന്താ തോന്നുക എന്നുള്ളതിൻ്റെ അനുഭൂതി, അതിനെയാണ് ശ്രീ ശുഖബ്രഹ്മർഷി പറഞ്ഞു തരാം. അംഗസംഗാതിനിർവൃതഃ. ആ സുധാമാവെന്ന ഭക്തൻ്റെ അംഗസംഗം കൊണ്ടുള്ള നിർവൃതിയിൽ ഭഗവാന്റെ കണ്ണിൽ പ്രീതോ വ്യമുഞ്ജതബിന്ദൂൻ നേത്രാഭ്യാം പുഷ്കരേക്ഷണഃ. താമരക്കണ്ണുകളിൽ നിന്ന് 2 തുള്ളി കണ്ണുനീര് പതുക്കെ അടർന്ന സുധാമാവിൻ്റെ തോളിലേക്ക് വീണു. ഒരു പകരം വീട്ടിയതാണ് ഭഗവാൻ. പണ്ട് ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് സുധാമാവിനോട് പല പ്രാരബ്ധം പറഞ്ഞ് കരയുമ്പോൾ കൃഷ്ണൻ പറയാറുണ്ട്, കരയാൻ വേണ്ടിയിട്ടുള്ളതല്ല ജീവിതം. എൻ്റെ തന്നെ കാര്യം നോക്കൂ, ജയിലിലാണ് ഞാൻ ഉണ്ടായത് തന്നെ, ഞാൻ എത്ര കരയണം. പിന്നെ സുധാമാവ് കരഞ്ഞിട്ടില്ല. പക്ഷെ പിന്നെ കരച്ചിൽ വന്നു. കൃഷ്ണൻ പോവുകയാണ് എന്ന് പറഞ്ഞ സമയത്ത് ആ കണ്ണുനീര് കൃഷ്ണൻ കാണാതിരിക്കാൻ വാതിലിൻ്റെ മറവിൽ നിൽക്കുന്നതായിട്ടുള്ള സുധാമാവിനെ പിന്നിലൂടെ വന്ന് തട്ടി വിളിച്ചു കൃഷ്ണൻ. ഞാൻ പോകുമ്പോൾ എന്താ ഇവിടെ നിൽക്കണേന്ന് ചോദിച്ചിട്ട്. കണ്ണ് നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കൃഷ്ണൻ പോണതിൻ്റെ പേരിൽ. ആ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് കൃഷ്ണൻ കാണാതിരിക്കാൻ എന്താ വഴിയെന്ന് ആലോചിച്ച് ഒളിഞ്ഞു നിൽക്കുമ്പോൾ കൃഷ്ണൻ തട്ടി വിളിക്കണം. ഇനിയിപ്പോൾ എന്താ ചെയ്യുകയെന്നറിയാണ്ടായി. സുധാമാവിൻ്റെ ആ ഒരു ധർമ്മസങ്കടം മനസ്സിലായ ഭഗവാൻ സുധാമാവിനെ കെട്ടിപ്പിടിച്ചു. കെട്ടിപ്പിടിച്ചാൽ മുഖം പിന്നിലേക്ക് പൊക്കോളൂല്ലോ. അപ്പോൾ സുധാമാവ് കരഞ്ഞാലും താൻ കാണില്ല. സുധാമാവിനൊരു സമാധാനം ആയിക്കോട്ടെ വെച്ചിട്ടാണ് കെട്ടിപ്പിടിച്ചത്. പക്ഷേ അപ്പോഴേക്കും സുധാമാവിൻ്റെ കണ്ണിൽ നിന്ന് ആ ഒരു 2 തുള്ളി താപം അത് കൃഷ്ണൻ്റെ തോളിലേക്ക് തന്നെ അടർന്നു വീണു. ആ ചുടുകണ്ണ് നീരിൻ്റെ ചൂട് ഇപ്പോഴും കൃഷ്ണൻ്റെ തോളത്തുണ്ട്. അന്ന് ഭഗവാൻ മനസ്സിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്, പകരം ഞാൻ തന്നോളാം. ആ 2 തുള്ളി ചുടുകണ്ണ് നീരിന് പകരമാണ് 2 തുള്ളി ആനന്ദാശ്രുക്കൾ ഇതാ ഇപ്പോൾ സുധാമാവിൻ്റെ തോളിലേക്ക് ഭഗവാൻ തിരിച്ചു കൊടുക്കണത്. ഇതല്ലാതെ പിന്നെ എപ്പോഴെങ്കിലും കൃഷ്ണന് കരയാറിയില്ല എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയൊന്നും ആരും പറയണ്ട, കരയേണ്ടി വരാത്തതുകൊണ്ട് കരഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ.
പരിപൂർണതമനാണ് കൃഷ്ണൻ, സംശയമൊന്നുമില്ല. അല്ലെങ്കിൽ ഇനി കരയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കൃഷ്ണാവതാരത്തിന് അതൊരു കുറവായിട്ട് കണ്ടതിനെ ആരെങ്കിലും. ഇതിപ്പോൾ അതൊന്നും ഉണ്ടായില്ല, കരയാനൊക്കെ പറ്റും. ഇതല്ലാതെ കൃഷ്ണൻ കരഞ്ഞത് കാണണമെന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല. കരയണത് കാണണമെങ്കിൽ ഇപ്പോൾ ഫോട്ടോ എടുത്ത് വെച്ചോളാൻ പറഞ്ഞു ശ്രീശുഖൻ. ഇതല്ലാതെ എപ്പോഴെങ്കിലും ധീരനായ ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. ഈ കൃഷ്ണൻ കരഞ്ഞ ചരിത്രം വേറെ എപ്പോഴെങ്കിലും ഉണ്ടോ? ബാക്കിയൊക്കെ ദശാശ്രുകലിന് അഞ്ജന സംഭ്രമാക്ഷം, കണ്ണൊക്കെ തിരുമ്പിയിട്ട് കണ്ണുനീര് വരുത്താൻ നോക്കി. ഇതൊക്കെ തന്നെയുള്ളൂ, ഒന്നും വന്നൊന്നുമില്ല. സുധാമാവിനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി. പിന്നെ ഒക്കെ വേഗത്തിലായിരുന്നു. സുധാമാവിന് വിശക്കുണ്ടാവുമോ എന്നാണ് ഭഗവാന്റെ ആലോചന. ഇതെപ്പോഴാണ് നിർത്തുക? നമുക്ക് വിശക്കുണ്ടല്ലോ എന്ന് നമ്മൾ ആലോചിക്കുന്ന പോലെ കൃഷ്ണൻ ആലോചിക്കുന്നുണ്ട്, സുധാമാവിന് വിശക്കുണ്ടാവുമല്ലോ, വഴിയൊക്കെ നടന്ന് കുറേ വന്നതല്ലേ എന്നും പറഞ്ഞ് സുധാമാവിനെ ധൃതി പിടിച്ച് കൊണ്ടുപോകുന്നു. സിംഹാസനത്തിലിരുത്തുന്നു, കാല് കഴുകിക്കുന്നു, പൂജിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഏട്ടനോട് കൂടിയിട്ട് ഇരിക്കുന്നൊരു സിംഹാസനമുണ്ട്. ഇവിടുന്ന് പിടിച്ച് അവിടെ കൊണ്ടിരുത്തി, അവിടെ കയറിയിരുന്നു. എന്നിട്ടാണ് പണ്ടിരിക്കുന്നത് പോലെ കാലിൻ്റെ മുകളിലേക്ക് കാലൊക്കെ കയറ്റി വെച്ച് തോളത്ത് കൈയിട്ട് കൈകൾ രണ്ടും കോർത്ത് പിടിച്ച്, എന്തുണ്ട് സുധാമാവേ വിശേഷം? അപ്പോഴാണ് ഈ പത്നിമാർക്കൊക്കെ ഒരു ശ്വാസം വീണത്. എന്തൊക്കെയാണ് കാണിക്കണമെന്ന് മനസ്സിലാവണില്ല, ഒരാളെയും തൊടിയിക്കണമില്ല. എന്തുണ്ട് സുധാമാവേ വിശേഷം എന്ന് ചോദിച്ചപ്പോഴാണ് കൃഷ്ണൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള സുധാമാവെന്ന കൂട്ടുകാരൻ ഇതാണ് എന്ന് മനസ്സിലായത്. അഭിനസ്മര്യതേ ബ്രഹ്മൻ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നതായിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ ഗുരുകുലത്തിൽ കഴിഞ്ഞിരുന്നതായിട്ടുള്ള കാലം ആ കഥയൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മുഴുവനൊന്നും അവരോട് പറഞ്ഞിട്ടില്ല. ഇവർക്ക് മനസ്സിലാവില്ല, അത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. ഗുരുകുലത്തിൽ നമ്മൾ കഴിഞ്ഞ് വിറക് തേടാൻ പോയി, എന്നിട്ട് രാത്രി കാട്ടിലകപ്പെട്ട് പ്രഭാതത്തിൽ ഗുരുനാഥൻ്റെ ചീത്ത കേൾക്കൂലോ എന്ന് വിചാരിച്ച് പരിഭ്രമിച്ച സമയത്ത് ഗുരുനാഥൻ ചീത്ത പറഞ്ഞില്ല, അനുഗ്രഹിച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാറാ പതിവ്. പക്ഷെ അതിൻ്റെ ശരിയായ ശക്തി മനസ്സിലാവണമെങ്കിൽ അത് കിട്ടിയവനല്ലേ മനസ്സിലാവുള്ളൂ. പേടിച്ച് വിറച്ച് നിൽക്കുന്ന സമയത്ത് ഞങ്ങളാണ് കാരണക്കാർ, കാട്ടിൽ ഞങ്ങൾ കളിക്കണത് എങ്ങനെയാണ് കാണണോ എന്നൊക്കെ ചോദിച്ച് മരത്തിൻ്റെ മുകളിൽ കാല് കൊളുത്തിയിട്ട് കുരങ്ങനാടണ പോലെ ആടിക്കളിച്ചിരുന്ന കളികളൊക്കെ അങ്ങേക്ക് കാണിച്ചു തന്ന് നേരം ഇരുട്ടായി. എന്നിട്ട് കാട്ടിൽ പെട്ട് അടുത്ത ദിവസം ഗുരുനാഥൻ കൃഷ്ണ രാമ സുധാമാവേ എന്നാ വിളിക്കണത് തന്നെ. ആദ്യത്തെ വിളി എന്നെയാണല്ലോ ഈശ്വര വിളിക്കണേ, ചീത്ത കേൾക്കൂലോ എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴേക്കും അദ്ദേഹം നമ്മളുടെ മുമ്പിലെത്തണതും വിറച്ചു നിൽക്കുന്ന നമ്മളുടെ വിറക് കെട്ടുകളൊക്കെ മാറ്റി വയ്ക്കണതും ശിരസിൽ 2 കൈയും വെച്ച് ഒരനുഗ്രഹം ഉണ്ടായി. നിങ്ങൾ പഠിച്ചതായിട്ടുള്ള ഈ അറിവ് മുഴുവൻ ഛന്ദാംസി അയാതയാമാനി ഭവന്തി വിഹ പരത്ര ച. ഇഹത്തിനും പരത്തിനും ഈ അറിവുകളൊക്കെ വേണ്ട സമയത്ത് വേണ്ട പോലെ ഉപകരിക്കപ്പെടട്ടെ. സത്യാഹ സന്തു മനോരഥാഹ. നിങ്ങളുടെ മനോരഥങ്ങളൊക്കെ സത്യമായി തീരട്ടെ. എന്തൊക്കെയാ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യാന്നാണ് ആ ഗുരുനാഥൻ ചോദിച്ചൊരു ചോദ്യം. ഒരു മനസ്സ് നിറയലുണ്ടല്ലോ. അസ്മദർത്ഥേ അഹോഹേ പുത്രകാഹ യൂയം അസ്മദർത്ഥേതി ദുഃഖിതാഹ. എനിക്ക് വേണ്ടി നിങ്ങൾ എത്രയാ അങ്ങനെ സങ്കടപ്പെടുക, എത്ര കഷ്ടപ്പെടുക. ആ നിങ്ങൾക്ക് ഞാൻ എന്ത് തന്നെ പകരം തരും, എനിക്ക് തരാനുള്ളത് ഇതേ ഉള്ളൂ കേട്ടോ എന്നും പറഞ്ഞ് തന്ന ആ അനുഗ്രഹം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ശക്തി അതിപ്പോഴൊക്കെയാണ് മനസ്സിലാവുന്നത്. വേണ്ടത് വേണ്ട സമയത്ത് തോന്നിയാലേ എന്തും നേരെയാവുള്ളൂ. ഈ ജീവിത പ്രാരബ്ധത്തിനിടയിൽ തോന്നുന്നതായ തോന്നലുകളൊക്കെ ശരിയാവണത് ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയേ. ഒരുവൻ ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ പരിപൂർണരാവുന്നുള്ളൂ. നന്നായി വരും എന്നൊരു വാക്ക് മാത്രം ഉണ്ടായാൽ മതി, വേറെ ഒന്നുമില്ലെങ്കിൽ അവൻ നേടിയാവും. പിന്നെ എല്ലാം നേടിയിട്ടും ആ ഒരു വാക്ക് ഗുരുനാഥനിൽ നിന്ന് വാങ്ങാൻ പറ്റാത്തവന് വേണ്ടടത്തത് വേണ്ട സമയത്ത് ബുദ്ധിയിൽ തെളിയുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഇത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. ഈ അനുഗ്രഹം കിട്ടിയവനല്ലേ ഇപ്പോൾ ഇത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിത് ആരോടും പറയാറില്ല. നമുക്കിത് ഒരുമിച്ച് കിട്ടിയതാണ്, അങ്ങേക്കിത് പറഞ്ഞാൽ മനസ്സിലാവും എന്നുള്ളതുകൊണ്ടൊന്ന് ഓർത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു സുഖം ശരിക്കും ഇപ്പോഴും എല്ലാവരും പറയണു, കൃഷ്ണൻ എന്തൊരു സുഖ. അതെ, അല്ലാന്നിപ്പോൾ ഞാനെന്തിനാ പറയണേന്നാണ് ഭഗവാൻ പറയണേ. പക്ഷെ ഓരോരുത്തരുടെയും ധാരണയാണ് തെറ്റ്.
പലർക്കും തോന്നുന്നു വിവാഹങ്ങൾ കുറേ കഴിഞ്ഞുകൊണ്ടാണ്, കുറേ കുട്ടികളുണ്ടായതുകൊണ്ടാണ്, കൊട്ടാരമുള്ളത് കൊണ്ടാണ്, രാജപദവി ഉള്ളത് കൊണ്ടാണ്, ഇതുകൊണ്ടൊക്കെയാണ് കൃഷ്ണന് സുഖം എന്നാണ്. ഇനി അതുകൊണ്ടാണെങ്കിൽ അങ്ങനെ, പക്ഷെ അതൊക്കെ ഉണ്ടായതും ഉള്ളതൊക്കെ നിലനിൽക്കുന്നതും ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ല. എന്തിനത് പിന്നെ ഒരു ഗുരുവിൻ്റെ അനുഗ്രഹേ എന്ന് അതിനെ നിസ്സാരമായിട്ടൊരു വാചകം മറുപടിയായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഇടവരുത്തണ്ടെന്നുള്ളതുകൊണ്ടാണ് ആരോടും പറയാതിരിക്കണത്. ഇനി അങ്ങനെന്തെങ്കിലുമൊക്കെ പറയും, ഞാനിങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ നിർത്തലൊന്നും ഉണ്ടാവില്ല. ഇവിടെ മിക്കവാറും പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഈ രാജ്യഭരണവും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. അതല്ലാത്തത് എന്തെങ്കിലുമൊക്കെ പറയാൻ ഒരാളെ കിട്ടിയാൽ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങെന്തെങ്കിലും പറയുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒക്കെ ഭവതാ സത്യകാമേന, അങ്ങയുടെ ഇച്ഛ എന്നല്ലാണ്ട് ഇതിൽ വല്ലതും എനിക്കെന്താ പറയാനുള്ളത്. പെട്ടെന്നാണ് പത്നിയുടെ പ്രാർത്ഥന ഓർമ്മ വന്നത്. അല്ല, ഗുരുനാഥൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ കൂട്ടുകാരെ കാണാൻ പോകുമ്പോഴൊക്കെ കൊണ്ടുകൊടുക്കണം എന്നൊക്കെ പറയാറുണ്ടല്ലോ ഗുരുനാഥൻ. അങ്ങ് എനിക്കായിട്ട് എന്താ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് സുധാമാവിന് താൻ എന്തോ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എന്ന് ഓർമ്മ വന്നത്. കൊടുക്കാൻ വയ്യ, ഇത്രയും ഐശ്വര്യം നിറഞ്ഞെടുത്ത് തുച്ഛമായിട്ടുള്ള എന്തോ എങ്ങനെയാണ് കൊടുക്കുക എന്ന് ആലോചിച്ചു അദ്ദേഹം. അപ്പോഴാണ് ഭഗവാൻ പറയണത്, എന്തായാലും തന്നോളൂ, ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല ഈ ചോദിക്കണേ. തരണവരാരും അവനവൻ്റെ കാര്യം പറയുക കൂട്ടത്തിൽ എന്നല്ലാണ്ട് കൃഷ്ണന് സന്തോഷമാവണമെന്ന് വിചാരിച്ചിട്ട് ആരും തരാറില്ല. തദഹം ഭക്തി ഉപഹൃതമശ്നാമി, ഭക്തിയോട് കൂടിയിട്ട് തന്നാലല്ലേ സ്വീകരിക്കാൻ തോന്നുക. അതിപ്പോൾ പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി, ഇന്നതൊന്നൊന്നുമില്ല. ഭക്തിയോട് കൂടിയിട്ട് എന്ത് തന്നാലും ഭക്തി ഉപഹൃതമശ്നാമി, അതേ ഭക്തിയോട് കൂടിയിട്ട് ഞാനും സ്വീകരിക്കും. ഭൂര്യപ്യഭക്തോപഹൃതം നമേ ദോഷായ കൽപ്പത. ഭക്തി ഇല്ലാതെയാണെങ്കിൽ അത് അനവധിയുണ്ടെങ്കിൽ പോലും അതെന്നെ സന്തോഷിപ്പിക്കണില്ല. അതേസമയം അണ്വപ്യുപാഹൃതം ഭക്തൈഹി പ്രേംണ ഭൂര്യേവമേ ഭവേത്, ഒരണുവേ ഉള്ളൂ ഭക്തന്മാർ തരണത് എങ്കിൽ പോലും ഭൂര്യേവമേ ഭവേത്, അത് എത്രയോ വലുതാണ് എനിക്ക്. അതുകൊണ്ട് എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് മതി, തന്നോളൂ എന്നായി. അപ്പോഴും സുധാമ അപ്പോൾ കൊടുക്കില്ല എന്ന് ഉറപ്പിച്ചു. അതാണ്ടായത്. തനിക്കിപ്പോൾ അതിന് മാത്രം ഭക്തിയൊന്നുമില്ല. കൃഷ്ണനെ സന്തോഷിപ്പിക്കാൻ പാകത്തിലുള്ള ഭക്തിയുണ്ടോ? കൃഷ്ണൻ ഇങ്ങനെ വിചാരിച്ചിരിക്കേണ്ട വെച്ചിട്ട് അതൊരു ഭക്തിയൊന്നും ആയിട്ട് അദ്ദേഹം കണക്കാക്കണില്ല. ഒരു തവണ കൃഷ്ണനെ അറിഞ്ഞു കണ്ടവന് പിന്നെ അത് മാത്രമേ വിചാരിക്കാൻ പറ്റുള്ളൂ. അത് കൃഷ്ണൻ്റെ കേമത്താണ്. അതിപ്പോൾ തനിക്ക് എന്താ അതിൽ യോഗ്യത? എന്തായാലും കൊടുക്കണില്ല എന്ന് തീരുമാനിച്ചു. സുധാമാവായിട്ട് തരില്ല എന്ന് ഉറപ്പായപ്പോൾ ഭഗവാന് ഒന്നുകൂടി അങ്ങോട്ട് ഉറപ്പിച്ചു. സഖാ പ്രിയചികീർഷയാ പ്രാപ്തോ മാം, എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് വേറൊരു ഉദ്ദേശമില്ല. ശ്രീകാമോ മാ അഭജത്പുര, ഇതുവരെ പല പല ഐശ്വര്യങ്ങൾ പലർക്കും ഞാനിവിടെ നിന്ന് കൊടുക്കുന്നുണ്ട് വെച്ചാലും അങ്ങനൊന്ന് വേണം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇവരാരും രണ്ടുപേരും തന്നെ ഭജിച്ചിട്ടില്ല. സർവഭൂതാത്മദൃക് സാക്ഷാത് തസ്യാഗമന കാരണം വിജ്ഞായ, ആ വരവിൻ്റെ ഉദ്ദേശം കൃത്യമായിട്ട് അറിയുന്ന ഭഗവാൻ തന്നിൽ നിന്ന് പലതും സ്വന്തമാക്കാനുള്ള വരവല്ല, തന്നെ കാണാൻ വേണ്ടി മാത്രമായിട്ട് വന്നതാണ്. അതുകൊണ്ട് ഭഗവാൻ അങ്ങോട്ട് തീരുമാനിച്ചു, അസ്യദാസ്യാമി സമ്പദോ മർത്യദുർലഭാഹ, ദേവന്മാർക്ക് പോലും കിട്ടാത്തത്ര വലിയ സമ്പത്ത് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കും എന്ന് ഭഗവാൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ്. കൃഷ്ണൻ എന്താ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ആലോചിച്ചിരിക്കണേന്നാണ് ഇപ്പോൾ സുധാമാവ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് ഭഗവാൻ ചിന്തയിൽ നിന്ന് ഉണരലും സ്വയം ജഹാരാക്കിമിതമിതി പൃഥുകതണ്ടുലാൻ, ഇതെന്താ ഈ സാധനം എന്ന് ചോദിച്ചിട്ട് അതങ്ങോട്ട് തട്ടിപ്പറച്ചു. സുധാമാവിൻ്റെ തുടയിൽ നിന്ന് തൻ്റെ കാലൊക്കെ എടുത്ത് നേരെ ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിരുന്ന് ആ വിൽക്കഴി തുറക്കലും ഒരു പിടി വാരി വായിലിടലും, അതങ്ങനെ കഷ്ടപ്പെട്ട് വേഗത്തിൽ ധൃതി പിടിച്ചൊക്കെ ചവച്ചിറക്കിയിട്ട് രണ്ടാമത്തെ പിടിയും കൂടി എടുക്കണ കൂട്ടത്തിലാണ് കൃഷ്ണൻ പറയുന്നത്, നന്നവേദതുപനീതമ്മേ പരമപ്രീണനം സഖേ. ഇത്ര നല്ല അവില് കൊണ്ടുവന്നിട്ട് അങ്ങ് ഇത്ര നേരം മിണ്ടാതിരിക്കണ്ടായിരുന്നില്ല, ഇത് കഴിച്ചുകൊണ്ട് നമുക്ക് വർത്തമാനം പറയാറുണ്ട്, ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ടാവാൻ ബാക്കി എന്നും പറഞ്ഞ് അത് കഴിക്കാൻ പുറപ്പെട്ടപ്പോഴാണ് തത്പരാ പരമേഷ്ഠിന
ലക്ഷ്മി ദേവി വന്ന് കൈപിടിച്ചത്. ഞങ്ങൾക്കും വേണം പ്രസാദം എന്നുള്ള ഛായയിൽ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഭഗവാൻ കൊടുത്തു. എല്ലാവർക്കും ഓരോ പിടി ലക്ഷ്മി ദേവി കൊടുത്തിട്ട് വരുമ്പോഴും ബാക്കി അതിൽ 4 പിടിയുണ്ട്. അവസാനിക്കാത്ത ഐശ്വര്യമായിട്ടത് മാറി. അന്നത്തെ ദിവസം അവിടെ അവല് കഴിക്കാത്ത ഒരൊറ്റ ആളേ ഉള്ളൂ, അത് സുധാമാവാണ്. സുധാമാവിന് മാത്രം ആരും കൊടുത്തില്ല. ബാക്കി എല്ലാവരും സുധാമാവ് നോക്കുമ്പോൾ ഇങ്ങനെ അവല് കഴിക്കുക. തറഫിക ആൾക്കാർക്ക് കഴിക്കാൻ എന്താ അവിടെ ഉണ്ടായോ എന്ന് മനസ്സിലാവണില്ല. അങ്ങ് വരും, അതവിടെ നടക്കട്ടെ എന്നും പറഞ്ഞ് സുധാമാവിനെ പിടിച്ചെണീപ്പിച്ചു കൊണ്ടുപോയി ദ്വാരകയൊക്കെ കാണിച്ചു കൊടുക്കലൊക്കെ ആയിട്ട് വളരെ എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാമല്ലോ. ഭുക്വാ പീത്വാ സുഖം മേനെ ആത്മാനം സ്വർഗതം യഥാ. സ്വർഗത്തിൽ പോയ പോലെ തോന്നി സുധാമാവിന്. അങ്ങനെ സുഖമായിട്ട് തിന്നും കുടിച്ചും കഴിഞ്ഞു എന്ന് ലാഘവത്തിൽ പറയുകയാണ് ശ്രീശുകൻ. എന്തൊക്കെയോ തിന്നു എന്തൊക്കെയോ കുടിച്ചു എന്നുള്ളതാണ് സത്യം. എന്തൊക്കെയോ വിഭവങ്ങൾ, എന്തൊക്കെയാണെന്നൊന്നും പേര് പോലും അറിയില്ല. ഇതൊന്നും കണ്ടിട്ട് തന്നെ ഇല്ല ജീവിതത്തിൽ. കൃഷ്ണൻ എന്താ ചെയ്യണേ നോക്കും, കുഴച്ച് കഴിക്കണണ്ട കുഴച്ച് കഴിക്കും, എടുത്ത് അങ്ങനെ തന്നെ വായിലിടണണ്ട എടുത്ത് അങ്ങനെ തന്നെ വായിലിടും. ഇതിൻ്റെ പേരും അറിയില്ല, എങ്ങനെയാണ് കഴിക്കണ്ടേന്നും അറിയില്ല. അങ്ങനെ സുധാമാവിൻ്റെ കഴിക്കൽ കഴിഞ്ഞു. സപ്രമഞ്ച കട്ടിലിൽ സുധാമാവിനെ പിടിച്ച് കിടത്തി. കൃഷ്ണൻ കയറി കിടക്കണം. പുൽപ്പായ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് സുധാമാവിൻ്റെ ഇല്ലത്ത്. 4 പുല്ലുമുണ്ട് 4 നൂലുമുണ്ട്. ഇതാണ് പുൽപ്പായ. അതിൻ്റെ മുകളിൽ പകുതിയിൽ നിലത്തിൻ്റെ തണുപ്പോ ചൂടോ കിട്ടിക്കിടന്ന ശീലമുള്ള സുധാമാവിന് പട്ടുമത്തയിലൊന്നും കിടപ്പുറയ്ക്കണില്ല. കൃഷ്ണൻ കൈയെടുത്താൽ ഇറങ്ങി താഴെ കിടക്കുകയായി. അപ്പോൾ കൃഷ്ണനും ചാടി ഇറങ്ങി താഴെ കിടക്കും. അല്ല, കൃഷ്ണൻ മുകളിൽ കിടക്കും, അങ്ങ് മുകളിൽ കിടക്കും. അങ്ങ് എവിടെയാണോ അവിടെയാണ് ഞാൻ. ഇങ്ങനെ സുധാമാവ് പട്ടുമത്തയിൽ പിന്നെയും കയറി കിടക്കേണ്ടി വന്നു കൃഷ്ണന് കിടക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സുധാമാവ് എണീറ്റ് പോകാതിരിക്കാൻ ആ 12 വയസ്സിൽ കിടക്കാറുള്ള പോലെ കാലെടുത്ത് മേത്ത് കയറ്റി വെച്ച് കൈയൊക്കെ കെട്ടിപ്പിടിച്ച്, കൃഷ്ണനിപ്പോൾ വയസ്സ് 120 ആണോ 12 ആണോ എന്ന് സുധാമാവിൻ്റെ സംശയം. അപ്പോഴാണ് ലക്ഷ്മി ദേവി വരണത്. വന്ന സമയത്ത് ലക്ഷ്മിയോട് ചോദിച്ചു ഭഗവാൻ, എന്താ അതൊരാൾ വന്നിട്ട് ഇപ്പോഴാണോ വരിക, വീശി കൊടുക്കൂ വേഗം ആവട്ടെ. അങ്ങനെ ലക്ഷ്മിയാണ് ചാമരമൊക്കെ വീശാൻ. രുക്മിണിക്ക് അന്നായിരുന്നു ശിവരാത്രി. ഇത് രണ്ടും ഉറങ്ങണില്ല. ഓരോ കഥയും പറഞ്ഞിട്ട് ഇരിക്കുകയാണ് എപ്പോഴും. വരാമെന്നൊക്കെ പറഞ്ഞു, കാണാമെന്നൊക്കെ പറഞ്ഞു വെച്ചാലും വരാൻ പറ്റണ്ടേ. കണ്ടില്ലേ അവിടെ ചുറ്റും നിന്നായിരുന്നില്ലേ ഒരേപോലത്തെ കിരീടമൊക്കെ വെച്ചിട്ട് ഒക്കെ ഉണ്ട് തന്നെ. എങ്ങനെയൊക്കെയോ നടന്നു പോയതാണ്. 16,108 ഉണ്ട്. ഇനിയും കുറച്ച് ദിവസം കൂടി വേണം ഇവരൊക്കെ പേരൊക്കെ പഠിച്ചെടുക്കാൻ. അങ്ങനെയൊക്കെ പോണു കഥ എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ ഓരോരോ സംഭവങ്ങളൊക്കെ അങ്ങനെ പറയേണ്ട നേരം വെളിച്ചമായി. അപ്പോഴേക്കും ചാടി എണീറ്റു. ബ്രഹ്മമുഹൂർത്തം, സ്നാനാദികൾ, ഉപാസനാദികൾ, ഭക്ഷണാദികളൊക്കെ കഴിഞ്ഞ് സുധാമാവ് പോകുന്ന സമയത്ത് ഭഗവാൻ അതുവരെ കൂടെ ഉണ്ടായിരുന്ന ആൾ ഒന്നാട് മാറി നിന്നു. അപ്പോഴാണ് തലേ ദിവസം തനിക്ക് ഉടുക്കാൻ പട്ടുവസ്ത്രം കൊണ്ടുവന്ന് തന്ന ഭടനെ സുധാമാവ് കണ്ടെത്തി. അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇന്നലെ എൻ്റെ നിന്ന് വാങ്ങിക്കൊണ്ടുപോയ ഒരു ചേലയില്ലേ, അതിങ്ങോട്ട് തന്നാൽ ഞാൻ പൊക്കോളാം. ഇത് മറഞ്ഞു നിന്ന് കേൾക്കുകയാണ് കൃഷ്ണൻ. കൃഷ്ണൻ പോലും ഞെട്ടിപ്പോയി. ഇങ്ങനൊരു വിരക്തിയൊക്കെ ഉണ്ടാവുമോ? ആ ചേലയും വാങ്ങി ഒരക്ഷരം കൃഷ്ണനോട് ആവശ്യപ്പെടാതെ കാണാൻ കൃഷ്ണ എന്ന് പറഞ്ഞിറങ്ങുന്ന സുധാമാവിനെ നമസ്കരിക്കാൻ തോന്നി ഭഗവാന്. അങ്ങനെ ജലാശയം വരെ അനുഗമിച്ച് ഒരു തവണ കൂടി കാണട്ടെ എന്ന് പറഞ്ഞ് സുധാമാവ് ഒന്ന് തിരിഞ്ഞപ്പോഴാണ് അവിടെ ഇങ്ങോട്ട് വീണ് നമസ്കരിച്ചു ഭഗവാൻ. കൃഷ്ണൻ വീണ പിന്നെ പറയാൻ പത്നിമാർ നമസ്കരിച്ചു, കുട്ടികൾ നമസ്കരിച്ചു, ദ്വാരകം മുഴുവൻ നമസ്കരിച്ച് കിടക്കുന്നു. തൻ്റെ മുമ്പിൽ നിന്ന് കണ്ട സുധാമാവിന് ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല തോന്നി വേഗം നടന്നു. നടക്കുന്നതായിട്ടുള്ള വഴിയിൽ മുഴുവൻ തന്നെ കൃഷ്ണൻ ആദരിച്ചത്, പൂജിച്ചത്, ഇതൊക്കെ ഓർത്ത് തനിക്കൊന്നും തന്നില്ല എന്നുള്ളതും കൂടി തിരിച്ചറിഞ്ഞു. നന്നായി. ഭക്തിയുള്ളവർക്ക് കൃഷ്ണനൊന്നും കൊടുക്കാറില്ല. തനിക്കൊന്നും തരാത്തതും അതുകൊണ്ട് തന്നെ ഭക്തന്മാരുടെ കൂട്ടത്തിൽ പെടുത്തിയില്ലോ എന്ന് പത്നിയോട് പറഞ്ഞാൽ അതിനും മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ച് വരുമ്പോഴേക്കും മറ്റൊരു കൊട്ടാരത്തിൽ എൻ്റെ മുമ്പിലെത്തി അദ്ദേഹം. വഴിതെറ്റി മനോരാജ്യത്തിൽ വീണ്ടും ദ്വാരകയിലാണെങ്കിൽ കൃഷ്ണൻ പിടിച്ച് പൂജിക്കുമല്ലോ എന്ന് പേടിച്ച് നിൽക്കുമ്പോഴാണ് തൻ്റെ പത്നി തന്നെ ലക്ഷ്മി ദേവിയെ പോലെ സൗന്ദര്യമുള്ളവളായിട്ട് മാറിയതും തന്നെ സ്വീകരിക്കാൻ വരുന്നതുമായിട്ടുള്ള കാഴ്ച കണ്ടു. അദ്ദേഹം എന്താ അതൊക്കെയും ചോദിച്ചപ്പോഴാണ് ഒന്നും അറിയില്ല, രാവിലെ ഇങ്ങനെയാണ്, ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. ഇപ്പോൾ സുധാമാവ് പറഞ്ഞു, എനിക്ക് മനസ്സിലായി, ഒന്നും തന്നില്ലല്ലോ, ഒന്ന് സമാധാനമായിട്ട് വരികയായിരുന്നു ഞാൻ. ചോദിച്ചാൽ വേണ്ട എന്ന് പറയുന്ന കൃഷ്ണൻ ഉറപ്പുള്ളതുകൊണ്ടാണ് ചോദിക്കാണ്ട് തരണത്. ഇതിലൊക്കെ പെട്ടാൽ കൃഷ്ണനെ മറക്കലാണ് ഉണ്ടാവുക. ഇതൊന്നുമല്ല ധനം. തസ്യൈവമേ സൗഹൃദ സഖ്യ മൈത്രീദാസ്യം പുനർജന്മനി ജന്മനി സ്യാത്. ആ കൃഷ്ണൻ്റെ സൗഹൃദം, സഖ്യം, മൈത്രി, ദാസ്യം എന്നുള്ളതാണ് ജന്മങ്ങൾ 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 കടന്നാലും
ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അതില്ലാതെ ബാക്കി എന്ത് തന്നിട്ടെന്താ കാര്യം? അപ്പം ഇതിൻ്റെയൊക്കെ പേരിൽ കൃഷ്ണനെ മറക്കാനിടയാവരുത് എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് സുദാമാവ് അതിനുള്ളിലേക്ക് കാലെടുത്ത് വെച്ച് ഇതൊക്കെ വിട്ടിട്ട് സുദാമാവിന് കാട്ടിൽ പോകാൻ നേരെ തിരിഞ്ഞങ്ങോട്ട് നടക്കുക വേണ്ടു. ഒരു പ്രയാസമുള്ള ആളല്ല. പിന്നെ എന്താ പോകാത്തതെന്ന് ചോദിച്ചാൽ ഇതന്നെയാണ് കാരണം. കൃഷ്ണൻ തന്നോട് ചോദിക്കാത്തത് തന്നെ താൻ വേണ്ടാന്ന് പറയുന്ന ഉറപ്പുള്ളതുകൊണ്ടാണ്. പക്ഷെ ഇതൊക്കെ താൻ അനുഭവിക്കണമെന്ന് കൃഷ്ണൻ്റെ സങ്കല്പമാണ്. ഇതൊക്കെ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ കൃഷ്ണന് ഒക്കെ കൊടുത്തിട്ടും സുദാമാവ് വേണ്ട വെച്ച് പോയി, അങ്ങനൊരു തോന്നലുണ്ടാവുക. കൃഷ്ണൻ എന്ന കൂട്ടുകാരനെ സങ്കടപ്പെടുത്തിയാൽ പിന്നെ ഇപ്പോൾ സൗഹൃദം എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? ഇതനുഭവിക്കലാണ് ഇപ്പോൾ ഭഗവാന്റെ ഇച്ഛാച്ചോ, ഇത് അനുഭവിച്ചിട്ട് പോവുകന്നെ. തനിക്കിപ്പോൾ എവിടെയായാലും നാമം ജപിക്കാൻ വേണ്ടിയിട്ട് ചമ്മറം പടിഞ്ഞിരിക്കാനുള്ളൊരു സ്ഥലമല്ലേ വേണ്ടൂ എന്നും പറഞ്ഞ് ആ പൂമുഖത്തിരുന്നു. 16 നിലയുണ്ട് കേട്ടോ മാളികയ്ക്ക് എന്ന് ഭടന്മാർ പറഞ്ഞു. ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇതാണ് ഇന്നത്തെ പട്ടുവസ്ത്രം. ഓ ആയിക്കോട്ടെ. എന്താ അവർ പറയണത് വെച്ചാൽ ചെയ്യാന്നല്ലാണ്ട്. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് ദ്വാരകയിൽ കണ്ട കൃഷ്ണപത്നിമാരെ ചിലവരെയൊക്കെ അവിടെ കാണാണ്ട്. ഇവരൊക്കെ ആരാ? ഭഗവാന്റെ പത്നിമാരാന്നാ പറയണേ. എന്താ ഇവിടെ? എനിക്കൊന്നും അറിയില്ല, ആർക്കും ഒന്നും അറിയില്ല. കൃഷ്ണപത്നിമാരെ സുദാമാവിൻ്റെ ഭക്തി കണ്ട് ആ സുദാമാവിനെ സേവിക്കുന്ന സുദാമാവിൻ്റെ പത്നിയെ സേവിച്ചിട്ടെങ്കിലും അത്രയൊക്കെ ഭക്തി നമുക്ക് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് 100 കണക്കിന് ലക്ഷ്മിമാർ ഇവിടെയുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ വേറെ കുറച്ച് പേര് വരും. എന്നിട്ട് പറയും ഇനി നിങ്ങൾ അങ്ങോട്ട് ചെല്ലും, ഞങ്ങൾക്കും വേണം ചാൻസ്. ഇങ്ങനെ എന്നും 100 കണക്കിന് ലക്ഷ്മിമാർ നടമാടുന്ന ഇടമായി സുദാമാവിൻ്റെ ഗൃഹം. എങ്കിൽ പോലും പൂജാമുറിയിലേക്കുള്ളൊരു വഴി ഏതാന്ന് നോക്കി വെച്ചിട്ടുണ്ടെന്നല്ലാണ്ട് ആ മാളികയിലേക്ക് നോക്കൽ പോലും ഉണ്ടായിട്ടില്ല സുദാമാവ്. എന്നാൽ ഒന്നും അനുഭവിച്ചില്ല എന്നും പറയാൻ വയ്യ. വിഷയാൻ ജായയാത്യക്ഷ്യൻ ബുഭുജേ നാതിലംബടക. പണ്ടും ഒന്നും വേണമെന്ന് പറയാത്ത സുദാമാവ് ഇപ്പതൊക്കെ കൃഷ്ണൻ തരണോ എന്നുള്ളതിൻ്റെ പേരിൽ ഒന്നും വേണ്ടാന്ന് പറഞ്ഞില്ല എന്ന് മാത്രം. ഇതല്ലെങ്കിൽ അതാ മാറുന്നു നല്ലതെന്നൊന്നും അദ്ദേഹത്തിനില്ല. എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ഇപ്പം എന്തായി? അജിതം പരാജിതം. അജിതനായ, ആരാലും ജയിക്കാൻ പറ്റാത്ത ഭഗവാനെ ഭക്തി കൊണ്ട് സൗഹൃദം കൊണ്ട് ജയിച്ച് സുദാമാവ് മതി എന്ന് എപ്പോൾ ശരീരം പറഞ്ഞു അതുവരെ ജീവിച്ച് കൃഷ്ണനിലേക്ക് ലയിച്ചു എന്നതാ സുദാമാവിൻ്റെ കഥയെ പറഞ്ഞു നിർത്തുന്നിടത്ത്. സുദാമാവിൻ്റെ പോലെയുള്ള സൗഹൃദമാണ് നമുക്ക് വേണ്ടതായ ധനം. അതുതന്നെയാണ് നേടിയെടുക്കേണ്ടത്. അതിനെ മനസ്സിലാക്കുന്നവൻ്റെ ജീവിതത്തിലാണ് ദാരിദ്ര്യാദികളൊക്കെ ഇല്ലാതായി തീരുക. നമുക്കെല്ലാത്തിനും ദാരിദ്ര്യമാണ്. ഇനി ഏകാദശ സ്കന്ധം കേൾക്കുമ്പോൾ വിസ്തരിച്ച് നമ്മൾ കേൾക്കും. ആരാ ദരിദ്രൻ? നമ്മളാരും ദരിദ്രരല്ല. ഏത് നിലയ്ക്കും? ഗവൺമെൻറ്റിൻ്റെ കണക്കിന്, നമ്മളുടെ കണക്കിന് നമ്മളാണ് ഏറ്റവും വലിയ ദാരിദ്ര്യമുള്ള ആൾക്കാർ. ഭാഗവതത്തിൻ്റെ കണക്കിൽ നമ്മൾ തന്നെ ദാരിദ്ര്യമുള്ളവർ. കാരണം ദരിദ്രോ യസ്തു അസന്തുഷ്ട. കിട്ടിയത് പോരാന്ന് തോന്നലുണ്ടോ അവൻ ദരിദ്രനാണ്. ഭഗവാന്റെ കഥ കേട്ടിട്ട് അത് പോരാൻ തോന്നിയാൽ ധന്യതയുണ്ടാവും. അതല്ലാത്ത ലൗകികമായ സുഖങ്ങൾ എന്തെങ്കിലും പോരാൻ തോന്നലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവനാണ് ദരിദ്രൻ. കിട്ടിയതിൽ തൃപ്തിയുള്ളവനാണ് ധന്യൻ. ആ ധന്യതയുണ്ടാവുന്നത് എപ്പോൾ? ഒന്നും ചോദിക്കാത്ത സുദാമാവിന് എല്ലാം കിട്ടുന്നത് നമ്മളുടെ മുമ്പിൽ തെളിവാണ്. ഒന്നും ചോദിക്കാത്ത ധ്രുവന് സകലതും ഭഗവാൻ കൊടുത്ത് അനുഗ്രഹിക്കുന്നത് നമ്മളുടെ മുമ്പിലുള്ള തെളിവുകളാണ്. ചോദ്യങ്ങൾ നിർത്തുക, ഭഗവാനോട് ആവശ്യപ്പെടലുകൾ നിർത്തുക. മനുഷ്യജന്മം തന്നെ ചോദിക്കാതെയാണല്ലോ ഭഗവാൻ തന്നത്. അപ്പോൾ പിന്നെ ബാക്കിയുള്ളതും ഭഗവാൻ തന്നോളും. അതിന് ഭഗവാൻ ഉറക്കെ പ്രഖ്യാപിച്ചിട്ടാണ് ഇപ്പോൾ ദ്വാരകയിലിരിക്കുന്നത്. യോഗക്ഷേമം വഹാമ്യഹം, ഞാൻ നോക്കിക്കോളാമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. വാങ്ങിക്കൊണ്ടുവച്ചിട്ടുള്ള വാഷിംഗ് മെഷീൻ്റെ കമ്പനിക്കാരോ അവർ പറഞ്ഞ വാറണ്ടിയോടുള്ളതിനേക്കാളും വിശ്വാസം കൃഷ്ണൻ പറഞ്ഞ ഗ്യാരണ്ടിയിലുണ്ടാവണം. ഗീതയിൽ ഭഗവാൻ പറഞ്ഞു ഞാൻ നോക്കിക്കോളാമെന്ന്. അതിലൊരു ഉറപ്പുണ്ടോ? എല്ലാ തരത്തിലുള്ള ധന്യതകളും അവിടെ കൈവരും. ആ ദാരിദ്ര്യാദികളുടെ കൂട്ടത്തിലേക്ക് ഭക്തിയെ പെടുത്താതിരിക്കും. ഭക്തിക്കും നമുക്ക് ദാരിദ്ര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഭഗവാൻ തരുന്നത് എത്രയൊക്കെ ഉണ്ട് എന്ന് വെറുതെ ഇരുന്നൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ മനസ്സിലാവും ഭഗവാൻ തരുന്ന അളവിനൊന്നും നമ്മൾ പകരം തിരിച്ച് ഭക്തി ചെയ്യണില്ല. ഭഗവാൻ തരണ അളവിനൊന്നും നമ്മൾ ഭഗവാനെ ആശ്രയിക്കണില്ല. അതെങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാവണം ചോദിച്ചാൽ, ഒരു ബുദ്ധിമുട്ടോ സങ്കടമോ പ്രശ്നങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ എത്രത്തോളം അകമഴിഞ്ഞ് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് നോക്കുക. അതേപോലെ ഒരു നല്ല കാലം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ലല്ലോ. വിശന്നിട്ട് വയ്യ എൻ്റെ ഭഗവാനെ എന്ന് ഇപ്പോൾ പറയുന്നുണ്ട് നമ്മൾ. ഊണ് കഴിഞ്ഞാൽ നിറഞ്ഞു ഭഗവാനെ എന്ന് പറയുന്നുണ്ടോ? എന്നാൽ കുഴപ്പമില്ല. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് പറഞ്ഞാൽ. നല്ലത് കിട്ടുന്ന സമയത്ത് സുഖമുണ്ടാകുമ്പോൾ അതിനും നല്ലത്, അതിനൊരു നന്ദി പറയാൻ ഭഗവാനോട് പറ്റണം. അപ്പോഴാണ്
എല്ലാത്തിനെയും ഒരേപോലെ നമ്മൾ ജീവിതത്തിൽ പ്രസാദമായിട്ട് സ്വീകരിക്കുന്നു എന്ന് പറയാൻ പറ്റും. ഭക്തിക്കാണ് നമുക്കൊക്കെ ദാരിദ്ര്യമുള്ളത് എന്ന് തിരിച്ചറിയുക. അതിന് പകരമായിട്ട് ഭഗവാൻ എന്തൊക്കെയോ തരുന്നുണ്ട്. തരുന്നതിൻ്റെ ഇരട്ടി 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 ഭക്തി ചെയ്യുന്നവരായിട്ട് മാറാൻ ഇങ്ങനെയുള്ള സത്സംഗങ്ങൾ കൂടുതൽ കൂടുതൽ പ്രേരണകളാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം അടുത്ത സെഷനിൽ നിന്നൊരു 10 മിനിറ്റിലധികം സമയം അപഹരിച്ചതിൽ കേരളേട്ടനോടും കൂടി ക്ഷമ ചോദിച്ചുകൊണ്ട് വാക്കുകളൊക്കെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാം. ത്വദീയം വസ്തു ഗോവിന്ദ തുഭ്യമേവ സമർപ്പയേ തേന ത്വദംഘ്രികമലേ രതിം മേ യച്ഛ ശാശ്വതീം. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.